മുനമ്പത്തിന്റെ പേരിൽ സംഘപരിവാർ ആഘോഷിക്കുമ്പോ आपका जो असेंबली का कानून है वो समंदर में जाएगा എന്ന് നമ്മുടെ ഷിറ്റ് ഗോപി ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് ധീരവാദം മുഴക്കുമ്പോ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ജബൽപൂരിൽ ക്രൈസ്തവ സഹോദരന്മാര്, അവരുടെ സന്യാസിമാര്, ബജറംഗ് ദൾ പ്രവർത്തകർ, MSFന്റെ സംസ്ഥാന പ്രസിഡന്റ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കണ്ട കാഴ്ച, ജബൽപൂരിൽ ക്രൈസ്തവ സന്യാസിമാര് ബജറംഗ് ദളിന്റെ പ്രവർത്തകർ തെരുവിലിട്ട് തള്ളുന്ന കാഴ്ച. അക്കൂട്ടത്തിൽ ഒരാളുടെ പേര് വിനോദ് എന്നായിരുന്നു. അയാൾ തൃശ്ശൂരുകാരനായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ. സുരേഷ് ഗോപി ഇപ്പോ ഭരചന്ദ്രൻ IPS പഠിച്ചുകൊണ്ടിരിക്കുക. ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. എന്നിട്ട് തള്ളി മാറ്റുക, കുറെ സമയം മിണ്ടാണ്ട് നടക്കുക, കുറെ സമയം പേടിപ്പിച്ചു നോക്കുക. താൻ അവതരിപ്പിച്ച ഭരചന്ദ്രൻ പോലെയുള്ള തട്ടുപൊളിപ്പൻ കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ നിന്ന് മാറാതെ ഈ കേരളത്തിൽ നാടകം കളിക്കുന്ന ആൾ, തൃശ്ശൂരിലെ മാതാവിന് പൊന്നിൻ കുരിശു കൊടുത്ത ആൾ, അയാളുടെ പാർട്ടിയുടെ കൂലിത്തല്ലുകാർ, അയാളുടെ മണ്ഡലത്തിലുള്ള ഒരു പാവം പാതിരിയെ തൃശ്ശൂരിലിട്ട് തല്ലിച്ചതച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോ കളിച്ച നാടകം നമ്മൾ കണ്ടതാണ്. ഇതാണ് RSS എന്ന് പറയുന്നത്. ശത്രുക്കളെ കുറിച്ച് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവർ. ആദ്യമില്ലാതാകേണ്ടവർ, ആദ്യം ആട്ടിപ്പായിക്കേണ്ടവർ അവർ ഈ രാജ്യത്തെ മുസ്ലിംകളാണ്. രണ്ടാമത്തേത് ഈ രാജ്യത്തെ മിഷനറിമാരാണ്. ഈ രാജ്യത്തെ മിഷനറിമാരാണ്. ഗ്രാം സ്റ്റെയിൻസിന് അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പിനെ, തിമോത്തിയെ അവരുടെ വാഹനത്തിലിട്ട് ബജറംഗ് ദൾ ചുട്ടു ചാമ്പലാക്കിയത് അയാള് കലാപം നടത്തിയിട്ടല്ല, അക്രമം നടത്തിയിട്ടല്ല, പിന്നെയോ ഒറീസയിലെ ആദിവാസി കുടിലുകളിൽ പട്ടിണി അനുഭവിക്കുന്നവർക്കിടയിലേക്ക് പൊട്ടിയൊലിക്കുന്ന കൂട്ടത്തിന്റെ വ്രണത്തിലേക്ക് സാന്ത്വനത്തിന്റെ ലേപനം പുരട്ടാൻ ക്രിസ്തുവിന്റെ പുഞ്ചിരി ഏറ്റുവാങ്ങി കടന്നു ചെന്ന ഗ്രാം സ്റ്റെയിൻസ്, ആ ഗ്രാം സ്റ്റെയിൻസിനെ പച്ച ജീവനോട് ചുട്ടുകൊന്നത് അയാൾ മിഷനറിയാണ് എന്നതിന്റെ പേരിലാണ്, ക്രൈസ്തവനാണ് എന്നതിന്റെ പേരിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അക്കമിട്ട് പട്ടിക തയ്യാറാക്കി ശത്രുക്കളെ ഓരോരുത്തരെയായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ അക്കൂട്ടത്തിലെ ആദ്യത്തെ ഊഴമാണ് ഇവിടുത്തെ മുസ്ലിംകളുടേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ ജാഗ്രത കേരളത്തിൽ, രാജ്യത്ത് ഉയർന്നു വരേണ്ട ഒരു കാലത്ത്, ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് പഴയ കാലത്തല്ല, നിങ്ങള് ചില സമയത്തെങ്കിലും ശാന്തമായി 10 വർഷം മുൻപുള്ള നമ്മുടെ കേരളത്തെ കുറിച്ച് ഓർക്കണം. 10 വർഷം മുൻപ് അപ്പുറത്തുള്ള കേരളം, 56 കേരളപ്പിറവിയുടെ കാലത്തെ കേരളത്തെ കുറിച്ചല്ല. നമ്മുടെ മൺമറഞ്ഞു പോയ നേതാക്കന്മാർ EMS, AKG, മഹാനായ CH, ലീഡർ K കരുണാകരൻ, പട്ടുതാണമുള്ള ആ കാലത്തെ കുറിച്ചൊന്നുമല്ല. പിണറായി വിജയൻ എന്ന കാരണഭൂതൻ ഇരട്ടച്ചങ്ങിന്റെ കരുത്തിൽ RSSനെ പ്രതിരോധിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്ത് 2 വട്ടം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നേതാവ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുതലേ ദിവസം വൈകിട്ടത്തെ സൂര്യനസ്തമിക്കുന്നത് വരെ നമ്മൾ അനുഭവിച്ച ഒരു കേരളമുണ്ട്. ആ കേരളത്തിലാണ് ഇപ്പോഴത്തെ SNDPയുടെ നേതാവ്, എന്റെ പ്രിയപ്പെട്ട MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും പാർട്ടിക്ക് വേണ്ടി ചാനലുകളിൽ സംസാരിക്കാൻ പോകുന്നവരാണ്. ഈ വിഷയമൊക്കെ സംസാരിക്കാൻ പോകുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങൾക്ക് തോന്നാറുള്ള ഒരാത്മനിന്ദയുണ്ട്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, മുസ്ലിം എന്ന പേര് ഒരു ഭാഗത്ത് ഉയർത്തിപ്പിടിച്ച് പച്ചക്കൊടിയും പിടിച്ച പാവപ്പെട്ട ഈ സമുദായത്തിന്റെ അവകാശങ്ങളിൽ ഒരു തരി വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നലകളിൽ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ലീഗ് നേതൃത്വം കൊടുത്തപ്പോ, മുദ്രാവാക്യം വിളിച്ചപ്പോ, തെരുവിൽ പ്രസംഗിച്ചപ്പോ, പട്ടാള ചിട്ടയോടെ ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാർ കേരളത്തിന്റെ തെരുവുകളിൽ അടിമച്ച് നീങ്ങിയപ്പോ അത് നോക്കി നിന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. അവരുടെ നെറ്റിയൊന്ന് ചുളിയാതെ, അവരുടെ ഉള്ളിലേക്ക് ഭയത്തിന്റെ ഒരു കനൽ വീഴാതെ
വെറുപ്പിന്റെ ഒരു നോട്ടം അവരിൽ നിന്നുണ്ടാവാതെ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറെയല്ല കേട്ടോ, ഒരൊറ്റ ഒഴുക്കിൽ നിങ്ങളോടൊപ്പം ഒഴുകാനാണ്. ഒരു ചണ്ടി പോലെ അരികുമാറി പോവാതിരിക്കാനാണ്. നിങ്ങൾക്കുള്ള അത്രയും അവകാശം ഒരു മണി തൂക്കം കൂടുതലില്ലാതെ, ഒരു മണി തൂക്കം കുറവില്ലാതെ ഈ മണ്ണിൽ മനുഷ്യരെ പോലെ ജീവിക്കാനാണ് ഈ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച സൗഹൃദത്തിന്റെ ഒരു നിലപാടുണ്ട്. ഈഴവനെന്ന് മുസ്ലിമെന്ന് ചേരിതിരിഞ്ഞ് ഈ ചർച്ച വഴുതി പോവാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുമ്പോഴും മഹാനായ ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം, ഗുരുദേവൻ പറഞ്ഞൊരു കാര്യം ഗാന്ധി വന്ന് ചോദിക്കുന്നുണ്ട്, മോക്ഷമാർഗം അത് ഹിന്ദുമതം മാത്രമാണോ ഗുരു? മഹാത്മാവെന്ന ലോകം ആദരിക്കുന്ന മനുഷ്യൻ ഗാന്ധി മുന്നിലിരുന്ന് ഗുരുദേവനോട് ചോദിച്ചത് മോക്ഷത്തിലേക്ക് ഈ ഒന്ന് മാത്രമാണോ മാർഗം? ഗുരു പറഞ്ഞു, ഇതൊരു മാർഗമാണ്, പക്ഷേ ഇതു മാത്രമല്ല മാർഗം. നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ, ധാർമ്മികതയുടെ, മൂല്യങ്ങളുടെ ഒരുപാട് കൈവഴികളുണ്ട്. നിങ്ങൾ മുസ്ലിം ആയിക്കൊള്ളൂ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കൊള്ളൂ, നിങ്ങൾ ഹിന്ദു ആയിക്കൊള്ളൂ, നിങ്ങൾക്ക് മോക്ഷം സാധ്യമാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ, അരുവിപ്പുറത്ത് ആ പുഴയുടെ ആഴങ്ങളിൽ നിന്നെടുത്ത ഒരു കല്ല്, ഈ കല്ലാണ് ശിവലിംഗം. ആരാന്റെ പള്ളിയുടെ അസ്ഥിഭാരം തോണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ മനുഷ്യർക്കിടയിലെ സൗഹൃദം തകർത്തിട്ടല്ല, പിന്നെയോ അരിക്കരയിലെ പുഴയിലെ പേരറിയാത്ത, സ്ഥലം കിട്ടപ്പെടാത്ത ഒഴുകി വന്ന ഒരു കല്ല്. അത് പ്രതിഷ്ഠിച്ചിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇതാണ് ആ ദേവസ്ഥാനം, ആ കല്ലിലാണ് ശിവന്റെ ചൈതന്യമുള്ളത്. അതിന്റെ പിറകിൽ ഇങ്ങനെ കൂടി എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആ സ്ഥാനത്താണ്, ആ ചൈതന്യത്തിലാണ്, ആ ബിന്ദുവിലാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല, അവിടെ എല്ലാവരും സോദരരാണ് എന്ന് പഠിപ്പിച്ച ഗുരുദേവൻ, ആ ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം, അതിന്റെ അമരത്തിരിക്കുന്ന മനുഷ്യൻ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു പാവം ഓട്ടോ ഡ്രൈവറെ കുറിച്ച് ഒരു ചായ എങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ബഹളം. എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ അവിടെ മാൻകോളിൽ രണ്ടുപേർ കുടുങ്ങിയിട്ടുണ്ട്. അവരുടെ പേര് ചോദിച്ചില്ല കേട്ടോ, അവരുടെ ജാതിയും ചോദിച്ചില്ല, അവരുടെ മതം തിരഞ്ഞില്ല. കുടിച്ച പാതി ചായ അതിന്റെ മേശപ്പുറത്തേക്ക് വെക്കുമ്പോ അനാഥരായി പോകുന്ന രണ്ട് പിഞ്ചു കുട്ടികളുണ്ടെന്ന്, പണിതീരാത്ത ഒരു വീടുണ്ടെന്ന്, പ്രായം ചെന്ന ഉപ്പയുണ്ടെന്ന്, രോഗിയായ ഉമ്മയുണ്ടെന്ന്, ആ പ്രാരാബ്ധങ്ങളുടെ മക്കളുടെ അനാഥത്വത്തിന്റെ പിൻവികളുണ്ടെന്ന് ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ ആ മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ്, അതൊരു നൗഷാദല്ല, കേരളത്തിന്റെ ഏതു തെരുവിലും ഈ പറമ്പിൽ പീടികയിലടക്കം നാലാളുകൾ കൂടുന്നിടത്തൊക്കെ അങ്ങനെ ഒരു നൗഷാദിനെ നമ്മൾ കാണും. പക്ഷെ നൗഷാദിന് അവിടെ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രല്ല, അതിൽ വീണ് ആ നൗഷാദ് കൂടി മരണപ്പെട്ടു. പിറ്റേ ദിവസം ആ മാൻഹോളിൽ നിന്ന്, ആ കുഴിയിൽ, മാലിന്യം നിറഞ്ഞ ആ കുഴിയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ 3 മൃതദേഹങ്ങളുടെയും നേരെ നമ്മൾ പേരെഴുതി വെച്ചു. ഒരാൾ നൗഷാദാണ്, രണ്ടാമത്തെ ആൾ നരസിംഹമാണ്, മൂന്നാമത്തെ ആൾ ഭാസ്കറാണ്. നൗഷാദ് മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. മറ്റു 2 പേർ ആന്ധ്രാപ്രദേശുകാരനാണ്. മലയാളിയായ മുസ്ലിമായ നൗഷാദ് ആന്ധ്രാപ്രദേശുകാരായ ഹിന്ദുക്കളായ നരസിംഹത്തിനും ഭാസ്കറിനും വേണ്ടി പറയേണ്ടി വരുന്നത്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും മുഖാമുഖം നിർത്തി തമ്മിലടിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മലയാളിയുടെ ബോധമെന്ന് പറയുന്നത് അവർ 3 മനുഷ്യരാണ് എന്നതാണ്. അങ്ങനെയുള്ള നൗഷാദിന്റെ പ്രാരാബ്ധങ്ങളോട് അന്ന് കേരളം ഭരിച്ചിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ചെറിയൊരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു എന്നാണ്. കേരളം മുഴുവൻ അതിന് കൈയടിച്ചു. അത് നൗഷാദിന്റെ ജീവന്റെ വിലയായതുകൊണ്ടല്ല, നൗഷാദ് ബാക്കി വെച്ച് പോയത് മുഴുവൻ ആ 3 ലക്ഷത്തിന് മതിയാകും എന്നതുകൊണ്ടല്ല. അങ്ങനെയുള്ള നൗഷാദുമാർ ഈ കേരളത്തിന്റെ എല്ലാ അങ്ങാടികളിലും വേണമെന്ന്, ഇവിടെ മതിലുകൾ ഉയരരുത് എന്ന്
ഹോളിയുടെ പേരിൽ, രാമനവമിയുടെ പേരിൽ, ബജറംഗബലിയുടെ പേരിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദുമത വിശ്വാസികളുടെ ഘോഷയാത്ര കടന്നു വരുമ്പോ അതിനിടയിൽ ആ പാവപ്പെട്ട വിശ്വാസികൾ പോലും അറിയാതെ കടന്നുകയറിയ RSSുകാർ പള്ളി മിനാരങ്ങൾക്കു നേരെ കല്ലെറിയാതിരിക്കാൻ ആ പള്ളികൾ പ്ലാസ്റ്റിക് പടതയിട്ട് മൂടേണ്ടി വരുന്ന ഗതികേടുണ്ട് നമുക്ക്. ആ ഗതികേട് ഈ കേരളത്തിൽ വരാതിരുന്നത് നൗഷാദാകട്ടെ മറ്റെന്തു പേരുമാകട്ടെ മനുഷ്യരെ മനുഷ്യരായി കാണുന്നവർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ പൈസ. അന്ന് ഇദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. കേരളം കാതു പൊത്തിക്കൊണ്ടാണത് കേട്ടത്. ഒറ്റക്കെട്ടായിട്ടാണ് മലയാളക്കര നൗഷാദിന്റെ ആത്മാവിന് വേണ്ടി ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തത്. അവിടെ ഭരണപക്ഷമില്ല, അവിടെ പ്രതിപക്ഷമില്ല, അവിടെ അച്യുതാനന്ദനില്ല, ഉമ്മൻചാണ്ടിയില്ല. പിന്നെയോ മലയാളക്കര ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് മറുഭാഗത്തോ വിഷമമിപ്പിക്കുന്ന ആ വാക്ക്. അവിടെ മുസ്ലിമില്ല, ഈഴവനില്ല, ക്രിസ്ത്യാനിയില്ല. മലയാളിയുടെ മാനവികതയും ഈ വാക്കിലെ വെറുപ്പും ഒരുമിച്ച് എതിർത്തപ്പോ പുറകോട്ട് പോവേണ്ടി വന്നു, മാറ്റി പറയേണ്ടി വന്നു. അത് കഴിയുമ്പോഴോ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാന്റെ പദവി കൊടുത്തു. ഇവിടെ ആരും എതിർത്തിട്ടില്ല, ആരും അധിക്ഷേപിച്ചിട്ടില്ല. SNDPയുടെ അമരക്കാരന് ആ പദവിയിലിരിക്കാൻ യോഗ്യതയുണ്ട്. കേരളത്തിന്റെ അറിവൊളി പ്രസ്ഥാനം, കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനം ജാതിയുടെ, പിന്നോക്കാവസ്ഥയുടെ, അസമത്വത്തിന്റെ, കാലം ചവറ്റുകൊട്ടയിൽ തുപ്പിയ ചാതുർവർണ്ണത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഈ കേരളം ഈ നാൾ വഴിയിൽ ഇവിടെ വരെ നടന്നെത്തിയെങ്കിൽ അതിന്റെ അമരത്വം നിന്നത്, അതിന്റെ കൊടിയുയർത്തിപ്പിടിച്ചത് ഗുരുദേവന്റെ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിന് പോലും അതിൽ അരനാഴിക ആലോചിക്കേണ്ട സംശയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും എതിർത്തില്ല. നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ചു, നേരത്തെ പറഞ്ഞ ആൾക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ, മനുഷ്യരായി കാണാൻ കഴിയട്ടെ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹം മലപ്പുറത്ത് വരുന്നത്. എല്ലാരും കൂടി പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയല്ലോ. ഞാൻ അവസാനിപ്പിക്കാണ്. ലീഗിനെ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്താ തകരാറ്? ലീഗ് വേറെയാണ്. ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. മലപ്പുറത്ത് പറഞ്ഞാലല്ലേ കുഴപ്പം? മുസ്ലിങ്ങളെ പറഞ്ഞാലല്ലേ കുഴപ്പം? ഇത് പറഞ്ഞത് ലീഗിനെയാണല്ലോ. എന്താ പറഞ്ഞത്? ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. നിലമ്പൂരിൽ നടത്തിയ ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ടോ? ലീഗിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് കൊണ്ട് ഒരു തരക്കേടുമില്ല, ഞങ്ങൾക്ക് പേടിയില്ല. ഇവിടുത്തെ ഏത് സാമുദായിക സംഘടനയുടെ നേതാവിനും, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും ഞങ്ങളെ ഓഡിറ്റ് ചെയ്യാം, ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഞങ്ങളോട് വിമർശനങ്ങൾ പറയാം. ഞങ്ങൾ വെട്ടാൻ വരില്ല, കൊല്ലാൻ വരില്ല. ഇന്ന് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്, നിങ്ങളുടെ കണക്കുകൾക്ക് ഞങ്ങൾക്ക് മറുകണക്കുണ്ട്. നിങ്ങളുടെ നിലപാടുകളുടെ മുന്നിൽ പറയാൻ അചഞ്ചലമായ ഞങ്ങളുടെ ബോധ്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ടാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും മനസ്സിൽ ഈ പാർട്ടിയും ഇതിന്റെ പതാകയും 7.5 പതിറ്റാണ്ട് കാലം ഉയർന്നു നിന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ വിമർശിച്ചോണ്ട് കുഴപ്പമില്ല, പക്ഷേ വിമർശിച്ചത് ഞങ്ങളെ ആയിരുന്നില്ല. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നാണ് അല്ലേ? ഈ കാറ്റിന്റെ കുഴപ്പമെന്താ? ഈ കാറ്റിലാകെ ഭയാണ്. ശ്വാസം കഴിക്കാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒച്ചയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ചോദിക്കാണ്. ഒരു പുരുഷാരത്തെ മുന്നിൽ നിർത്തിയിട്ട് അവരോട് ചോദിക്കാണ്, ഇവിടെ ഈ നിലമ്പൂരിൽ, ഈ മലപ്പുറത്ത് ശ്വാസം കിട്ടാതെ പെടയല്ലേ നിങ്ങള്? ശബ്ദമില്ലാതെ ഒറ്റപ്പെടല്ലേ നിങ്ങള് എന്ന് ചോദിച്ചാൽ അതാരെ കുറിച്ചാണെന്ന്, ഏതു സമുദായത്തെ കുറിച്ചാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആഘോഷം. അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം തന്നെ നിലപാട്. അത്തരത്തിലുള്ള ഏത് ചടങ്ങിലേക്ക് വിളിച്ചാലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവിടെയൊക്കെ ഓടിയെത്തി ഈ വെറുപ്പിന്റെ കലക്കത്തിനിടയിൽ സൗഹൃദത്തിന്റെ ഒരു തെളിമ സൃഷ്ടിക്കാൻ കണ്ണിൽ ചോരകിനിയുന്ന ഈ ഇരുട്ടിന്റെ കാലത്ത് തന്റെ ഒരു വാക്ക് അടുത്ത മനുഷ്യരുടെ മനസ്സിൽ വെളിച്ചം കൊളുത്തിയാൽ അതിനുവേണ്ടി ഓടി നടക്കാൻ ഒരു മടിയില്ലാത്ത ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ
സ്നേഹമുള്ളവരെ, പിണറായി വിജയനെ ഇന്നലെ എതിർത്തിട്ടുണ്ട്, ഇന്ന് എതിർക്കും, നാളെയും എതിർക്കും. അവസാനത്തെ ശ്വാസം വരെ അയാൾക്കെതിരെ സംസാരിക്കും. പക്ഷേ ഒരു മലയാളി എന്ന നിലക്ക് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണ്. അവസാനത്തെ നിമിഷം വരെ സഖാവെ കാതോർത്തു നിന്നത്, അതിനെതിരെ ഒരു വാക്ക്, ഒരു തിരുത്തൽ താങ്കൾ പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇവിടുത്തെ ഞങ്ങൾ ലീഗാര് മാത്രല്ല കേട്ടോ, നിങ്ങളുടെ സഖാക്കൾ ഉണ്ടെങ്കിലോ, നിങ്ങൾ മുൻനിരയിൽ നിന്ന് വിളിച്ചു കൊടുത്ത ആ മുദ്രാവാക്യം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുടെ രക്തഞരമ്പുകളൊന്നാകെ മുപ്പിരിയിട്ട് പിരിച്ചൊരു കയറിൽ കെട്ടിയതാണ് ചെങ്കൊടിയെങ്കിൽ ഞങ്ങളുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യത്തിന്റെ വൈകാരികത നെഞ്ചിലേറ്റുവാങ്ങി അതിന്റെ ഇടർച്ചയിൽ ഈങ്കുലാബ് പിടിച്ച ചോരച്ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ ഒരു തിരുത്താഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞത് കുമാരനാശാനേക്കാൾ കേമനാണ്, നവോത്ഥാന നായകനാണ്, മഹാവിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ പറഞ്ഞത് ഒരു സമുദായത്തെ അല്ലല്ലോ, ഒരു ജില്ലയെ അല്ലല്ലോ, ലീഗിനെ അല്ലേ, ലീഗ് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ലേ എന്നാണ്. സഖാവേ, ഞാൻ അവസാനിപ്പിക്കാണ്. കേരളം ഇത് കേട്ടിട്ടുണ്ട്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കകച്ചവടത്തിൽ നിങ്ങൾ കൂടി ചേർന്നിരിക്കുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറെ വോട്ട് തിരിച്ചു കിട്ടുമെന്നാണെങ്കിൽ, അങ്ങനെ കേരളം പരുവപ്പെട്ടിരുന്നെങ്കിൽ സഖാവ് എത്രയോ പതിറ്റാണ്ട് മുൻപ് ഈ നാട് BJP കീഴടക്കമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഭൂതകാലം കൂടി ഉണ്ട് കേട്ടോ. ഈ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ ആകെ പറഞ്ഞ് ഒരു കാലത്ത് അദ്ദേഹത്തെ കേരളത്തിന്റെ തൊഗാടിയ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട്, RSSന്റെ നാവ് കടം വാങ്ങി സംസാരിക്കുന്നയാൾ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വിദ്വേഷത്തെ ഇദ്ദേഹം കൂടി ന്യായീകരിക്കുമ്പോ, പണ്ട് RSS ആ നേതാവിന് കടം കൊടുത്ത നാവിന്റെ പാവി പിണറായി വിജയനും കടം കൊണ്ടിരിക്കുന്നു നമ്മൾ തിരിച്ചറിയേണ്ടി വരും എന്നതാണ് നമ്മൾ ഓർക്കേണ്ട ഭൂതകാലം. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു കരക്കമ്പി ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ. ഹൈബീഡന്റെ നട്ടലിന്റെ പാതി ഷാഫി പറമ്പിൽ കൂടി വാങ്ങി വെക്കണം കേട്ടോ. നമ്മളും കുറെ ആൾക്കാർ കൈയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ലേ? അയാൾക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഷാഫിക്ക് പ്രിയങ്ക ഗാന്ധിക്കൊന്ന് വന്നാലെന്താ? രാഹുൽ ഗാന്ധിക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലെന്താ? രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല, പ്രിയങ്ക ഗാന്ധി സംസാരിച്ചില്ല, ഷാഫി പറമ്പില് സംസാരിച്ചില്ല. 16-ാം തീയതി നടക്കാൻ പോവാണ് ലീഗിന്റെ വഖഫ് റാലി. അവിടെ ഒരു സർദാർജി വരുന്നുണ്ട്, അമരീന്ദർ സിംഗ് വാറിംഗ് എന്നാണ് അയാളുടെ പേര്. ലൂധിയാനയാണ് അയാളുടെ നാട്. ഞാൻ പോയിട്ടുണ്ട് ലൂധിയാനയിൽ. പഞ്ചാബിൽ മുസ്ലിങ്ങൾ ഉള്ളത് മലർക്കോട്ട്ലയിലും മാത്രമാണ്. ആ ലൂധിയാന മുഴുവൻ തിരഞ്ഞു നടന്നാലും നിങ്ങൾക്കൊരു പള്ളി കാണാൻ കഴിയില്ല, നിങ്ങൾ മുസ്ലിങ്ങളെയും അവിടെ കാണില്ല. ആ സർദാർജി എഴുന്നേറ്റ് എന്താ പറയുന്നറിയോ? മേ സർദാർ ഹൂം, മേ സർദാർ ഹൂം, मेरा वकफ करने का जो हक है आप लोग कैसे छीनोगे എന്നാണ്. എന്റെ വഖഫ് ചെയ്യാനുള്ള അധികാരം സർദാറായ സിക്കുകാരനായ ഈ തലപ്പാ വഴിക്കാത്ത കൃപാൺ താഴെ വെക്കാത്ത പേരിന്റെ പുറകിൽ സിംഗെന്നു ചേർത്ത എന്റെ വഖഫ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ എങ്ങനെ തട്ടിയെടുക്കും? എന്തിനാ സർദാർ വഖഫ് ചെയ്യാൻ പോണ? കാരണം കൂടി പറഞ്ഞു, അഗർ മേരെ ഗാവ് കെ മുസൽമാനോ കോ ഖബർസ്ഥാൻ നഹീ ഹൈ तो मुझे देना है जमीन उनको, मुझे वकफ करना है ഖബർസ്ഥാൻ उनके लिए എന്നാണ്. എന്റെ നാട്ടിൽ ഒരു മുസ്ലിം കുടുംബം, അവരവിടെ അധികം പേരില്ല, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ മരണപ്പെട്ടിട്ട് അവർക്ക് ഖബർസ്ഥാൻ ഇല്ലാതെ പോയാൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ജമീന്ദാറായ എനിക്ക് ഭൂമി കൊടുക്കണം, അവർക്ക് അവരുടെ ദൈവത്തിന്റെ നാമത്തിൽ വഖഫായി കൊടുക്കണം എന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിം വോട്ടില്ലാത്ത ലൂധിയാനയിലെ അമരീന്ദർ സിംഗ് വാർ എന്ന സിഖുകാരനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതിന്റെ നേതാവ് ഈ രാഹുൽ ഗാന്ധിയാണ്. നമ്മളത് ഓർത്തിട്ടില്ല കേട്ടോ. നമുക്കിപ്പോഴും ഷാഫി പറമ്പിലെ തണ്ടല്ലുറപ്പാണ് നമ്മുടെ പ്രശ്നം. മുനമ്പമാണല്ലോ കേരളത്തിലെ നെരിപ്പോട്. ആ നെരിപ്പോടിന്റെ ഒരു ഭാഗത്ത് ഊത്തുകുഴലുമായി അവസരം കാത്തിരിക്കാണല്ലോ RSS. അതിന്റെ മറുഭാഗത്ത് പതിഞ്ഞിരിപ്പില്ലേ CPM. ആ മുനമ്പത്ത് നിന്ന് വരുന്ന പാർലമെന്റ് MP കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു,
മുനമ്പത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുനമ്പത്തുകാരനാണ്. ഞാൻ അവിടെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളായ 3 ദിവസം കടലിൽ പോയി 4 ദിവസം പട്ടിണി കിടക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാൻ. അവരോട് ഐക്യപ്പെടുമ്പോഴും മുനമ്പത്തിന്റെ പേരിൽ രാജ്യവ്യാപകമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് തട്ടിപ്പറിക്കാനുള്ള ഈ ഗൂഢാലോചനക്ക് BJPയുടെ ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കുക അസാധ്യാണ് എന്ന് പറഞ്ഞ ഹൈബി ഈഡൻ മറ്റൊരാൾ ആസാമിയാണ്. എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, നിങ്ങള് ഈ പാപം സമുദായത്തെ ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ മുതിരാണോ? അവർ ന്യൂനപക്ഷ കല്ലമിട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി കഴിവേറ്റപ്പെട്ടവരുടെ പട്ടിക നോക്ക്. വെടിയുണ്ട ഏറ്റുവാങ്ങി പിടഞ്ഞു വീട് മരിച്ചവരുടെ പട്ടിക വായിക്ക. ജയിലിൽ കിടന്ന തടവുകാരുടെ പേര് വായിക്ക. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതി മരിച്ച മനുഷ്യരുടെ പേരെഴുതി വെച്ച രക്തസാക്ഷി ഫലകങ്ങൾ കാണാ. അവിടെ അവർ ഭൂരിപക്ഷാണ്. അവരാണ് ഉയിര് കൊടുത്തത്, അവരാണ് വെടിയേറ്റത്, അവരാണ് കഴിവേറ്റപ്പെട്ടത്, അവരുടെ മക്കളാണ് കൂടുതൽ ഈ രാജ്യത്തിന്റെ തെരുവുകൾ അനാഥരായത്. അന്ന് നിങ്ങൾ മുട്ടിൽ വീണ് കിടന്ന് സംഘികൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഗൗരവ് ഗൊഗോയ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്. ഇതൊന്നും പോരാ, ഷാഫി പറമ്പിൽ തന്നെ പറയണം, പ്രിയങ്ക ഗാന്ധി തന്നെ പറ. നമ്മളൊന്ന് ഓർക്ക്, അവര് AICCയുടെ സമ്മേളനത്തിൽ പോലും വന്നിട്ടില്ല. എന്നാ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് വിട്ടു എന്നാണോ? അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഏതോ ഒരു ബന്ധു ചികിത്സയിലാണ്, അടുത്ത ബന്ധുവാണ്. ആ ബന്ധു ആരാണെന്ന് നമുക്കറിയില്ല. ഇതിനാ നമ്മൾ ആ ബന്ധം തെരഞ്ഞു പോകേണ്ട കാര്യം? അവര് പോയെങ്കിൽ അവർ ആ ചികിത്സ കഴിഞ്ഞു വരട്ടെ, അവരുടെ ബന്ധു ആരോഗ്യത്തോടെ മടങ്ങി വരട്ടെ, എന്ത് രോഗാണെങ്കിലും ഭേദാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. 99 പേരാണോ കോൺഗ്രസുകാർ? ഇന്ത്യയുടെ പാർലമെന്റിൽ 232 പേരാണ് എഴുന്നേറ്റു നിന്നത്. ആ യോഗം വിളിച്ചത്, ആ കോർഡിനേഷൻ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അതിന്റെ പിന്നിൽ അടിയുറച്ച പിന്തുണയോടെ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും പത്രങ്ങൾ കാണും, ഇനിയും തെരഞ്ഞെടുത്താ ഇപ്പൊ ഒന്ന് വരാനിരിക്കുകയാണ്. എവിടെ? നിലമ്പൂരിൽ. ആ പത്രപരസ്യങ്ങൾ വായിക്കുമ്പോ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുമ്പോ, ഞങ്ങളില്ലാത്ത ഇന്ത്യയിൽ നിങ്ങൾ 2ാം കിടക്കാരായി പോവും എന്ന് അവര് പറയുമ്പോ ഈ കാലം നമ്മൾ ഓർത്തു വെക്കണം. വെള്ളാപ്പള്ളിയുടെ നാവ് കടം കൊണ്ട് പിണറായി സംസാരിക്കുന്ന ഈ കാലം. മറുഭാഗത്തോ കോൺഗ്രസിനെ വിഡ്ഢികൾ എന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനിവിടുത്തെ നാഷണൽ മീഡിയ മുഴുവൻ ശ്രദ്ധിക്കുന്നവരാണ്. ഇന്ന് കോൺഗ്രസിനോട് നരേന്ദ്രമോദി പറയുന്നത്, നിങ്ങൾ ഇത്ര കാലമായിട്ട് കോൺഗ്രസ്സുകാരനായ ഒരു പ്രസിഡന്റിനെ വെച്ചോ, നിങ്ങൾ നാളെ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിനെ വെക്ക്. എന്നാ മോഡി പറയുന്നത് കേട്ട് കോൺഗ്രസ് ഒരു മുസ്ലിം പ്രസിഡന്റ് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? അന്ന് തുടങ്ങും ഇവന്മാര്, ഇത് മാപ്പിളാരുടെ പാർട്ടിയാണ് കേട്ടോ, മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് കേട്ടോ. ചെറിയ സമ്മർദ്ദമല്ല. കോൺഗ്രസിനെ പൊട്ടന്മാരെന്ന് വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങളുണ്ട്. കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഊറിച്ചിരിക്കുന്ന BJP ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പേര് ഞാൻ നിങ്ങളോട് എണ്ണി പറയാം. അവരെന്തിനാ ഊറിച്ചിരിക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? കോൺഗ്രസ് വഖഫിന് വേണ്ടി പറയണം, കോൺഗ്രസ് പൗരത്വ നിയമത്തിനെതിരെ പറയണം, കോൺഗ്രസ് ലവ് ജിഹാദിനെതിരെ പറയണം. ഗ്യാൻവാപ്പിയിലെ പള്ളി ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന തർക്കം വരുമ്പോ കോൺഗ്രസ് അത് പള്ളിയാണെന്ന് പറയണം. എന്നാലോ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇനിയും തോറ്റോളും, കോൺഗ്രസ് ഇനിയും നഷ്ടം ഉണ്ടാവും. കാരണം അത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം ഈ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് ഞങ്ങൾക്ക് വെറുപ്പ് കുത്തിവെക്കാൻ എന്ന് ചിന്തിക്കുന്ന BJP ഊറിച്ചിരിക്കുമ്പോഴും സ്നേഹമുള്ളവരെ, കോൺഗ്രസ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഭരണകൂടത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടെടുക്കുന്നുവെങ്കിൽ എന്തെന്ത് നമ്മൾ പരിഹസിച്ചാലും, എന്തെന്ത് കുറവുകൾ ഉണ്ടായാലും, ഇത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമല്ലടോ എന്ന ആളുകൾ പരിഹസിക്കുമ്പോഴും കോൺഗ്രസ് അത് ഉയർത്തിപ്പിടിക്കുന്നത്, ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് അവർക്ക് അങ്ങനെ ആകാൻ കഴിയൂ എന്നതുകൊണ്ടാണ്, അതവരുടെ നിയോഗമാണ് എന്നതുകൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന അത് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാനും. ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോ അംബേദ്കറോട്, നെഹ്റുവിനോട് അപ്പുറത്തൊരു മുസ്ലിം പാകിസ്ഥാൻ ഉണ്ടാകുമ്പോ ഇന്ത്യ ഒരു ഹിന്ദുസ്ഥാൻ ആകണ്ടേ എന്ന് ചോദിച്ചവരുണ്ട്. പകരത്തിന് പകരം എന്ന് നമ്മളിൽ ചില ആളുകൾ കൂടി ചിന്തിക്കുന്ന ഈ കാലത്ത് അത് ന്യായമായ ഒരു ചോദ്യമായിരുന്നു. അങ്ങനെ ആയിക്കൂടാ എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. അത് നെഹ്റു ഉയർത്തിയ പതാകയാണ്. എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാലും
അവർക്ക് ആ നിലപാടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ. ആ നിലപാടിനെ ശക്തിപ്പെടുത്തേണ്ട, അതിനോടൊപ്പം അചഞ്ചലമായി നിലയുറപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതാണ്. മറുഭാഗത്തോ ഈ സംരക്ഷകരെ കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ, കഫിയ ഇട്ട ഒരു ഫോട്ടോ മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ കഫിയ ഇട്ടിട്ട് പറയാണ്, ഏത് ഞങ്ങള് ഫലസ്തീനിന്റെ കൂടെയാണ് എന്നാണ്. സ്നേഹമുള്ളവരെ, ഫലസ്തീനികളായതുകൊണ്ട് ഞങ്ങൾ അവരെ കൊല്ലുന്നു എന്ന് നിങ്ങൾ ഈ പറയുന്ന ഇസ്രയേൽ ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. അവർ ഹമാസുകാരാണ്. കൊല്ലപ്പെട്ട കൊച്ചുകുട്ടിയോ അവൻ വളർന്നാൽ ഹമാസാവും. നിങ്ങൾ എന്തിനാ ആശുപത്രി തകർത്തത്? അതിന്റെ അടിത്തട്ടിൽ ഹമാസ് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തിനാണ് റെഡ് ക്രസന്റിന്റെ ആംബുലൻസ് ആക്രമിച്ചത്? അതിൽ ഹമാസ് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് പത്രപ്രവർത്തകരെ കൊന്നത്? അവരും ഹമാസിന്റെ ആൾക്കാരാണ്. നിങ്ങൾ എന്തിനാണ് ആ ഗർഭിണിയെ കൊന്നത്? അവൾ പ്രസവിക്കുന്നവനും കാലുറച്ചാൽ ആ പൂഴിമണ്ണിൽ നിന്ന് കരിങ്കൽ ചീളുകൾ വാരിയെടുത്ത് ഞങ്ങൾക്ക് നേരെ എറിയും. അവനും ഹമാസാണ്. ഗർഭസ്ഥ ശിശു ഹമാസ് ആയേക്കാം. പിറന്നു വീണ ചോരക്കുഞ്ഞ് ഹമാസ് ആയേക്കാം. പത്രപ്രവർത്തകൻ ഹമാസിന് വേണ്ടി സംസാരിച്ചേക്കാം. ആശുപത്രിയിലെ ഡോക്ടർ ഹമാസിന്റെ ആളുകളെ ചികിത്സിച്ചേക്കാം. നിങ്ങൾ ആ ഹമാസ് മാറ്റിയിട്ട് ഇവിടെ മലപ്പുറം എന്നൊന്ന് വായിച്ചാൽ അവസാനം പറഞ്ഞല്ലോ, മലപ്പുറത്തെ ഒന്നാകെ പറഞ്ഞില്ല കേട്ടോ. പിന്നെ ആരെയാ പറഞ്ഞത്? ലീഗിനെയാ പറഞ്ഞത്. ലീഗിന് അങ്ങനെ പറയാമല്ലോ. അവിടെ മുസ്ലിം എന്നുണ്ടല്ലോ, അവിടെ പച്ച പതാകയുണ്ടല്ലോ. ഡൽഹിയിൽ നിന്ന് വലിയ മൂപ്പര് ഹിന്ദിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ മൂപ്പരും പറയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ജാഗ്രത ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ, ഇവിടെ നിന്ന് സംസാരിച്ച മനുഷ്യൻ 16-ാം തീയതി ഡൽഹിയിലേക്ക് പോവാനിരിക്കുകയാണ്. ഡൽഹിയിലെ സുപ്രീം കോടതിക്ക് മുൻപാകെ 6 പേർ ഒപ്പിട്ട ഒരു സങ്കട ഹർജിയുണ്ട്. അതിലൊരാൾ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. പിന്നാലെ ഒപ്പിട്ട 5 പേരും ഇന്ത്യയുടെ പാർലമെന്റിലെ MP-മാരാണ്. ഈ ബില്ലിന് വേണ്ടി സംസാരിക്കാൻ അവർ അവിടേക്ക് പോയത് ഈ രാജ്യത്ത് നമ്മൾ ഉയർത്തിയ പതാകയുടെ കരുത്തിലാണ്. ആ കുടിക്കാലിന്റെ താഴെ നിന്ന് അതരിഞ്ഞു വീഴ്ത്താൻ ആര് ശ്രമിച്ചാലും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവോടെ, ഒരു ഭാഗത്ത് ഈ ആവേശത്തോടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമാകുമ്പോഴും അതിനൊക്കെ അപ്പുറത്ത് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ സന്ദേശം ഉയർത്തിപ്പിടിക്കുക എന്നത്, ഈ പാർട്ടിയുടെ പോരാട്ടത്തിന്റെ ഈ നിയോഗത്തിലെ കണ്ണിയാവുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. പ്രിയപ്പെട്ട നേതാക്കന്മാർ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരിമാരെ, CH മെഡിക്കെയർ എന്ന പേരിൽ ഗ്ലോബൽ KMCCയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രം ഇന്ന് ഈ നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ സമ്മേളനവും ഇന്ന് ഇതോടൊപ്പം നടക്കുന്നു. നമുക്കറിയാം, ഈ 2 പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിന്റെ മുഖങ്ങളാണ്. രാജ്യത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വണ്ണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വലിയ മാതൃക മുസ്ലിം ലീഗ് എല്ലാ കാലത്തും സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വയനാട് പ്രളയ ദുരന്ത ബാധിതർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വിഭവ സമാഹരണ ശേഷിയുള്ള, ഇവിടുത്തെ സർക്കാരുകളെ പോലും മറികടക്കുന്ന രൂപത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി വീട് കണ്ടെത്തി ആ ഭൂമിയിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള മനോഹരമായ വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം പാർട്ടി അത് നടപ്പാക്കി വരികയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ മാതൃകകൾ തീർക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ തങ്ങൾ ഏറ്റെടുത്ത രാഷ്ട്രീയ നിയോഗവും മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് പൂർത്തിയാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ രാജ്യത്തെ ഭരണഘടന ഇവിടുത്തെ മുസ്ലിംകളടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും
ഇവിടുത്തെ ദളിതർക്കും ഇവിടുത്തെ ആദിവാസികൾക്കും ഒക്കെ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു വെക്കാറുള്ളത് പോലെ സമൂഹം അങ്ങനെ മുഖ്യധാരയിൽ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒലിച്ചു പോകുമ്പോ അതിൽ ചേർന്നു നിൽക്കാൻ കഴിയാതെ ഓരം മാറ്റി നിർത്തപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും അതിജീവനത്തിന്റെ രാഷ്ട്രീയം മുസ്ലിം ലീഗ് സംസാരിക്കാറുണ്ട്. അങ്ങനെ ആ രാഷ്ട്രീയം ലീഗ് ഉയർത്തിപ്പിടിക്കുമ്പോ അതിന്റെ വഴിയായും ആ സമരത്തിലെ ആയുധമായും മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഞാൻ ഇന്നത്തെ ദിവസം എന്റെ മുൻപിലിരിക്കുന്ന പാർട്ടി പ്രവർത്തകരോട് ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് അംബേദ്കർ ജയന്തിയാണ് എന്നതാണ്. നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് അഭിമാനത്തോടെ നമ്മൾ വിളിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രൂപത്തിൽ ജാതിയുടെ, മതത്തിന്റെ, ഭാഷയുടെ, പിറന്ന ദേശത്തിന്റെ, ജനിച്ച ലിംഗത്തിന്റെ, സംസാരിക്കുന്ന ഭാഷയുടെ വ്യത്യാസം ഏതുമില്ലാതെ ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വണ്ണം മനോഹരമായ ഒരു ഭരണഘടന സംഭാവന ചെയ്ത ദീർഘമായ സമഗ്രമായ ആ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു അംബേദ്കർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന, ആ ഭരണഘടന അസംബ്ലിയിൽ നടന്നിട്ടുള്ള സംവാദങ്ങൾ, അതേ തുടർന്ന് രൂപം കൊണ്ട് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, അതൊക്കെ 950 ജനുവരി മാസം 26-ാം തീയതി ആ ഭരണഘടന ഈ രാജ്യം അംഗീകരിച്ചതോടെ ഇന്ത്യയിൽ പ്രാവർത്തികമാകുന്ന ആ സന്ദർഭത്തിൽ തന്നെ അംബേദ്കർ നൽകിയ ഒരു താക്കീതുണ്ട്. ഈ ഭരണഘടന ദൈവികമായ പരിവേഷമുള്ള, വിശുദ്ധമായ ഏതെങ്കിലും കഴിവുകളുള്ള ഒന്നല്ല. നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയുടെ ഭരണഘടനക്ക് കറാമത്തൊന്നുമില്ല. അത് സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന, എല്ലാ കാലത്തേക്കും സംരക്ഷിക്കപ്പെടാവുന്ന ഒരു ഗ്രന്ഥമേ അല്ല. ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, ഇത് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത, ഈ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യത, അതിനോട് കൂറുള്ള, അത് ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ടാകുന്ന കാലം വരെ ഇന്ത്യ എന്ന രാജ്യത്തിന് അതിജയിക്കാൻ ഈ ഭരണഘടന മതിയാവും. പക്ഷെ ഈ ഭരണഘടനയുടെ ആത്മാവിനോട് കൂറില്ലാതെ ഒരു ഭാഗത്ത് ആ ഭരണഘടനയെ ചുംബിക്കുമ്പോ, മറുഭാഗത്ത് ആ ഭരണഘടനയെ കണ്ണോട് ചേർത്ത് വെച്ച് ഭരണഘടനയെ കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോ, അതിന്റെ ആത്മാവിനോട് കൂറില്ലാത്ത ഭരണാധികാരികൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഒരു നോക്കുകുത്തിയായി ഇന്ത്യയുടെ ഭരണഘടന മാറുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നൊരു താക്കീത് അംബേദ്കർ മുന്നോട്ട് വച്ചിരുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിൽ അംബേദ്കറെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ ചരിത്രം പറയാനല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശില്പി എന്ന് ലോകത്തിന് മുൻപിൽ നമ്മൾ അഭിമാനത്തോടെ സമർപ്പിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന്റെ അന്ന് മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ പ്രവർത്തകർ രാഷ്ട്രീയം സംസാരിക്കുമ്പോ നമ്മൾ സ്വാഭാവികമായും അംബേദ്കറെ കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ആവേശം കൊള്ളുകയും വേണം. കാരണം അംബേദ്കറോടൊപ്പം ആ ഭരണഘടന രൂപീകരിക്കുന്നതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ, ഒരുപക്ഷെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ ചർച്ചകൾ നടക്കുമ്പോ അതിന് കമ്പോട് കമ്പ് ഹൃദയം കൊണ്ട് കേട്ട് ആ ഭരണഘടനയെ രൂപവൽക്കരിക്കുന്നതിൽ സജീവമായ ഇടപെടലുകൾ നടത്തിയ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത്രയും പറഞ്ഞു വച്ചിട്ട് ആ വല്ലാത്ത ചരിത്രമൊക്കെ അവിടെ വിട്ടുകളയുകയാണ്. ഇപ്പോ നമ്മുടെ മുൻപിൽ ഒരു താക്കീതുണ്ട്. ആ താക്കീത് ഇങ്ങനെയാണ്: ഈ ഭരണഘടനയിലെ അക്ഷരങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു കാലം വരും. തുല്യതയെക്കുറിച്ച്, മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് രാജ്യത്തിന്റെ ഭരണഘടന ഒരു ഭാഗത്ത് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ ആ ഭരണഘടനയിൽ നിന്ന് അതൊന്നും വെട്ടിമാറ്റാതെ അതിനെ ഉമ്മ വച്ചുകൊണ്ട് ചരിത്രത്തിൽ അതിന്റെ ഘാതകന്മാർ രംഗത്ത് വരുന്നത് നിങ്ങൾ കാണും എന്നാണ്. നമ്മൾ ഇപ്പൊ ജീവിക്കുന്ന ഈ കാലം, സ്നേഹമുള്ളവരെ,
എന്റെ മുൻപിൽ ഇരിക്കുന്ന നമ്മുടെ ആരുടെയും മതസ്വാതന്ത്ര്യം ഈ രാജ്യത്ത് റദ്ദു ചെയ്യപ്പെട്ടില്ല. മതസ്വാതന്ത്ര്യം ഇപ്പോഴും ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട്. അതനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, അത് ആചരിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, ആ മതത്തിന്റെ പേരിൽ മതസംഘടനകൾ ഉണ്ടാക്കാൻ, ആ മതത്തിന്റെ പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിക്കാൻ, ആ ആരാധനാലയങ്ങളുടെ പേരിൽ സ്വത്ത് സമാഹരിക്കാൻ, അത് കയ്യിൽ വെക്കാൻ, അത് വിനിമയം ചെയ്യാൻ, അത് നടത്താൻ നിങ്ങൾക്ക് ഇപ്പോഴും അവകാശമുണ്ട്. ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന അവിടെ ഒരു വാക്ക് പോലും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വെട്ടിത്തിരുത്തിയിട്ടില്ല. അത് ഭേദഗതി ചെയ്തിട്ടില്ല. ഒരു ഭാഗത്ത് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണഘടന വെച്ച് വന്ന മതസ്വാതന്ത്ര്യം അവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഞാനിപ്പോ സ്വാഭാവികമായും ഇന്നത്തേതുപോലെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയമാകെ വഖഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്മാർ, അവര് സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, കുട്ടിയാവട്ടെ, ഈ നിയമത്തെ കുറിച്ച്, ആ നിയമം മുന്നോട്ട് വെക്കുന്ന അപകടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ടാവണം. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന ഒരു പയ്യൻ, ഒരു കുട്ടി, അതാണാകട്ടെ പെണ്ണാകട്ടെ, ആ കുട്ടി സംസാരിക്കാനിരിക്കുന്ന ഭാഷ ഏതുമാകട്ടെ, ഈ രാജ്യമെന്ന് വിളിക്കപ്പെടുന്ന ഈ വിശാലമായ ഭൂമികയുടെ ഏത് മുക്കിലോ മൂലയിലോ അവൻ പിറന്നു വീഴട്ടെ. അവൻ ജനിച്ചു വീഴുന്ന ആ കുടുംബത്തിൽ ആചരിക്കപ്പെടുന്ന മതം അതേതുമാകട്ടെ, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, ഹിന്ദുവാകട്ടെ മുസ്ലിമാകട്ടെ, മലയാളിയോ തമിഴനോ തെലുങ്കനോ കന്നഡികനോ മറാഠക്കാരനോ ഹിന്ദിക്കാരനോ ആവട്ടെ, അവൻ സംസാരിക്കുന്ന ഭാഷ, അവൻ ജനിച്ച നാട്, അവൻ പിറന്ന മതം, അവന്റെ മാതാപിതാക്കൾ ഒക്കത്തിലും അപ്പുറത്ത് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം ഈ രാജ്യത്ത് എവിടെയെങ്കിലും പിറന്നു വീണ ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരനായി ജനിച്ചു വീണ ആ നിമിഷം ജന്മസിദ്ധമാകുന്ന അവകാശം, അതാണ് മൗലികാവകാശം. അതിനെവിടെയും അപേക്ഷ കൊടുക്കണ്ട, കാത്തിരിക്കണ്ട. നിങ്ങള് ആരും അത് സർട്ടിഫൈ ചെയ്ത് തരികയും വേണ്ട. ഈ മണ്ണിൽ പിറന്നു വീണ് ഉമ്മയുടെ മുലപ്പാലിന്റെ മധുരത്തോടൊപ്പം ഈ രാജ്യത്തിന്റെ ആകാശത്ത് നിന്ന് നാം വലിച്ചെടുക്കുന്ന ആദ്യത്തെ തുള്ളി പ്രാണവായുവിനൊപ്പം ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കടക്കം ആ അവകാശം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു ഭരണഘടന ഈ നിമിഷവും ഉയർത്തിപ്പിടിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പറയുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ ഭൂമി തട്ടിയെടുക്കുന്ന വലിയ ഒരു ഏർപ്പാടാണ്, ഭൂമി കൊള്ളയാണ് ഇതിന്റെ മറവിൽ ഇത്രയും നാൾ നടന്നു വന്നത് എന്നാണ്. വഖഫിനെ കുറിച്ച് കഴിഞ്ഞ 2-3 വർഷക്കാലമായി ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഭീകരമായ ഒരു പ്രതീകമുണ്ട്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ ആചാരങ്ങള്, അവരുടെ വിശ്വാസങ്ങള്, ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഉയർത്തിപ്പിടിക്കുന്ന അനുഷ്ഠാനങ്ങള്, അതിന്റെ മുഴുവൻ പിറകിൽ ജിഹാദ് എന്ന വാക്ക് ചേർത്ത് വെച്ച് അവരെ രാജ്യദ്രോഹികളാക്കി, അവരെ ഭീകരവാദികളാക്കി, അവരെ പാകിസ്ഥാനികളാക്കി, ഈ രാജ്യത്തിനകത്ത് ജീവിക്കത്തന്നെ ഇവിടെ ജീവിക്കാൻ അവകാശമില്ലാത്തവരാക്കി അവരെ മാറ്റുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട്. ഏതിനോടും ജിഹാദ് എന്നങ്ങ് ചേർത്ത് പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ സൗകര്യമാണ്. തുപ്പിയാൽ തുപ്പൽ ജിഹാദ്. ആരെങ്കിലും 2 കുട്ടികൾ കൂട്ടുകൂടിയാൽ അത് ലവ് ജിഹാദ്. കുറച്ച് ഭൂമി വാങ്ങിയാൽ അത് ലാൻഡ് ജിഹാദ്. കുറച്ച് മാർക്ക് വാങ്ങിപ്പോയാൽ അത് മാർക്ക് ജിഹാദ്. മിനിഞ്ഞാന്ന് കേട്ടത് സർബത്ത് ജിഹാദിനെ കുറിച്ചാണ്. സർബത്ത് ജിഹാദ്. ഈ പതഞ്ജലിയുടെ ഒരു സ്വാമി ഉണ്ടല്ലോ, മൂപ്പര് പ്രത്യേകത ആകാശത്തിന് താഴെ എന്തിനു മൂപ്പര് മരുന്നുണ്ടാക്കി കളയും. ഈ കൊറോണ വന്നപ്പോ അതിന്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ ലോകത്തിന് ഏതാണ്ട് 2 വർഷം വേണ്ടി വന്നു. പക്ഷെ ഈ സ്വാമി പറഞ്ഞത് കൊറോണിൽ എന്ന് പറയുന്ന ഞാൻ ഉണ്ടാക്കിയ കഷായം കുടിച്ചാൽ കൊറോണ മാറിപ്പോകുമെന്നാണ്. അതിന്റെ പേരിൽ സുപ്രീം കോടതിയുടെ മുൻപിൽ, രാജ്യത്തെ വിവിധ ഹൈക്കോടതികളുടെ മുൻപിൽ, ഈ കേരളത്തിലെ സെഷൻസ് കോടതികളുടെ മുന്നിൽ പോലും കേസ് നേരിടേണ്ടി വരുന്ന, മാപ്പ് പറയേണ്ടി വന്ന, ഇവിടുത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ആരോഗ്യത്തെ കച്ചവടച്ചരക്കാക്കി മാറ്റിയതിന്റെ പേരിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരാൾ മൂപ്പരിപ്പോ സർബത്ത് ഇറക്കാണ്. നിങ്ങളൊരു സർബത്തുണ്ടാക്കി എന്താ ചെയ്യാ? ഇതിന് നല്ല മധുരാണ്, ഇത് കുടിച്ചാൽ നിങ്ങളെ ദാഹം വേഗം മാറും.
ഇത് കുടിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും, ഇത് കുടിച്ചാൽ നിങ്ങൾ വെളുക്കും, ഇത് കുടിച്ചാൽ നിങ്ങളുടെ പ്രായം കുറയും. നിങ്ങൾ ഇറക്കാൻ പോകുന്ന സർബത്തിനെ കുറിച്ച്, ഇറക്കാൻ പോകുന്ന സോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം പോസിറ്റീവായിട്ട്. ഈ മൂപ്പര് അതൊന്നും ഏച്ചില്ല എന്ന് മനസ്സിലായപ്പോ മൂപ്പര് കണ്ടുപിടിച്ച ഒരു കാര്യം, ഇവിടെ റൂഹെ അഫ്സ എന്ന് പറയുന്ന സർബത്തുണ്ട്. ഉത്തരേന്ത്യയിൽ പോയ നോമ്പ് ഇറക്കാൻ കുടിക്കുന്ന ഒരു നാരങ്ങാ വെള്ളമാണ്. അത് ഉണ്ടാക്കുന്നത് മിയമാരാണ്. ആര്? മാപ്പിളമാർ, മുസ്ലിങ്ങളാണ്. ഈ സർബത്ത് വിറ്റ് ഓമാര് വല്ലാത്ത പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് സർബത്ത് ജിഹാദ്. ആ സർബത്ത് ജിഹാദിനെതിരാണ് ഞാൻ ഉണ്ടാക്കിയ ഈ സർബത്ത്. ഒരു മനുഷ്യര് ദാഹമടക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതി, അവിടെ ഈ സ്വാമി അത് വിപണനം ചെയ്യുമ്പോ അയാൾ ഇന്നത്തെ ഇന്ത്യയിൽ തിരിച്ചറിയുന്നു, ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ രാജ്യത്തിന്റെ വിപണിയിൽ വിറ്റഴിക്കപ്പെടണോ, ആളുകൾ ഇതിനെ കൈനീട്ടി സ്വീകരിക്കണോ, അതിനൊരു ഇസ്ലാമോഫോബിയയുടെ മുസ്ലിം വിരുദ്ധ എലമെന്റ് കൊടുക്കണം. അങ്ങനെ ഒരു സന്യാസിയുടെ കുരുട്ട് ബുദ്ധിയിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു വാക്ക് സർബത്ത് ജിഹാദ് മിനിഞ്ഞാന്ന് മുതല് ഈ രാജ്യത്ത് കേൾക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ ഒരു പരിണിതി എന്ന് പറയുന്നത്, ഇനി ഇവരൊക്കെ പറയുന്നത് കേട്ടത് പാതി കേൾക്കാത്ത പാതി, ഇവർ മുന്നോട്ട് വെക്കുന്ന വിഷം നെഞ്ചേറ്റു വാങ്ങി കലാപങ്ങൾക്കിടങ്ങുന്ന സംഘപരിവാറുകാർ ഉത്തരേന്ത്യയിൽ കുറെ പാവപ്പെട്ട മനുഷ്യരുടെ സർബത്ത് കട തല്ലി തകർത്തിട്ട് സർബത്ത് ജിഹാദിനെതിരായ പോരാട്ടമാണ് ഇത് എന്ന് പറയുമെന്നാണ്. ഞാൻ അതിലേക്ക് പോവല്ല. എല്ലാത്തിനോടും ജിഹാദ് എന്ന് ചേർത്ത് പറയുക, എല്ലാത്തിന്റെയും മറുഭാഗത്ത് പാവപ്പെട്ട ഒരു സമുദായത്തെ നിർത്തുക, ആ സമുദായത്തെ വിരൽ ചൂണ്ടി അവരെ ഗൺ പോയിന്റിൽ നിർത്തി തങ്ങളുടെ സർബത്ത് വിൽക്കുക, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക. അതിനൊക്കെ അപ്പുറത്ത് വെറുപ്പ് മാത്രം മമിപ്പിക്കുന്ന, മനുഷ്യരുടെ വിശപ്പിനെ കുറിച്ച് ഒരിക്കലും സംസാരിക്കാത്ത അവരുടെ രാഷ്ട്രീയം വിൽക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ്, ഇത് ഹെക്ടർ കണക്കിന് ഭൂമി തട്ടിയെടുത്ത ഒരു തട്ടിപ്പാണ്. അതിൽ ആദിവാസികളുടെ ഭൂമിയുണ്ട്, അതിൽ ദളിതരുടെ ഭൂമിയുണ്ട്, അതിൽ ക്രൈസ്തവരുടെ ഭൂമിയുണ്ട്. ഈ നിയമം കൊണ്ടുവന്നത് ഇവരുടെ ഈ പിടിച്ചുപറി അവസാനിപ്പിക്കാനാണ്. ആരുടെ ഒരു മറയില്ലാതെ മടിയില്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് വഖഫിന്റെ പേരിൽ നടക്കുന്ന പിടിച്ചുപറി എന്നാണ്. ഇത് കേൾക്കുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരാണ്. അവരോട് വഖഫ് ജിഹാദിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അയാൾ പറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ മുഴുവൻ ഇവർ തട്ടിയെടുത്തതാണ്, കയ്യേറിയതാണ്. ആദിവാസിയുടെ, ദളിതന്റെ, അപര സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ഭൂമി പിടിച്ചു പറിച്ചതാണ്. ഇതുണ്ടാക്കുന്ന അപകടം അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സംസാരിച്ചപ്പോ വളരെ ബോധപൂർവം എന്റെ മുൻപിൽ ഇരിക്കുന്നവർ സ്ത്രീയാവട്ടെ, കുട്ടിയാവട്ടെ, പുരുഷനാകട്ടെ, ചെറുപ്പക്കാരനാവട്ടെ, ഈ വിഷയങ്ങളെ കുറിച്ച് ആധുനിക കാലത്തെ ഇന്ത്യയിൽ വളരെ ആഴത്തിൽ നിങ്ങൾക്ക് ധാരണ ഉണ്ടാകണമെന്നാണ്. ഈ ഹറാമും ഹലാലും ഇതുപോലെ ജിഹാദിനോട് ചേർത്ത് വെച്ചൊരു വാക്കാണ്. ഇപ്പൊ എല്ലാവരുടെയും ധാരണ കോഴി അറുക്കുക, പോത്തിനെ അറുക്കുക, പശുവിനെ അറുക്കുക, ഇതിലാണ് ഈ ഹറാമും ഹലാലും കിടന്ന് കളിക്കുന്നത് എന്നാണ്. ഹലാൽ എന്ന് വെച്ചാൽ സത്യത്തിൽ ഇതിനെയൊക്കെ കൊല്ലാനുള്ള എന്തോ ആയുധമാണ് എന്ന് വിചാരിക്കുന്നവർ കൂടി. എന്താ യഥാർത്ഥത്തിൽ ഹറാമും ഹലാലും? അനുവദനീയമായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, ഹറാമായത് നിങ്ങൾ ചെയ്തുകൂടാത്തത്. ഇത് കോഴിക്കും പോത്തിനും മാടിനും മാത്രമല്ല, നമ്മുടെ സമ്പത്തിൽ ഹറാമും ഹലാലുമുണ്ട്, നമ്മുടെ പെരുമാറ്റത്തിൽ ഹറാമും ഹലാലുമുണ്ട്. നമ്മള് ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു മതപരമായി ആ വിശ്വാസികൾക്ക് ചെയ്യാവുന്നതും ചെയ്യരുതാത്തതും വേർപ്പെടുന്ന ഒരു വാക്കിന് ഇവര് ജിഹാദിനോട് ചേർത്ത് വെച്ച് വല്ലാതെ ഇവിടെ അപരവൽക്കരിക്കുന്നത്, ശത്രുവാക്കുന്നത് നമ്മൾ കാണുമ്പോ സമ്പത്തിലുണ്ടല്ലോ ഈ ഹറാമും ഹലാലും. ഹറാമായ ഒരു മുതൽ അത് വഖഫായി കൂടാ എന്നാണ് അവരെന്റെ മതവിധി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുത്താലോ, കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഈ വഖഫിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച രാജ്യത്തിന്റെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു, ഈ ബില്ല് കൊണ്ടുവന്ന അതേ ആൾ. അദ്ദേഹത്തോട് ചോദ്യം എങ്ങനെയാണ്, ഈ രാജ്യത്ത് എത്ര വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? റിജിജു കഴിഞ്ഞ വർഷം കൊടുത്ത മറുപടി, ഇന്ത്യയിലാകെ 8,70,000
വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട്. ഭൂമിയായി, കെട്ടിടങ്ങളായി, ഇമ്മൂവബിൾ എന്നാണ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ. നിങ്ങൾ ആധാരത്തിൽ വായിക്കാറുള്ള സ്ഥാവര ജംഗമം, അതാണ് മുതല്. സ്ഥാവരമായ സ്വത്ത് 8,70,000 പ്രോപ്പർട്ടികൾ. അതാകെയും ചേർത്തു വെച്ചാൽ 9,40,000 ഏക്കർ ഭൂമി വഖഫിന്റെ താഴെ ഈ രാജ്യത്താകെ ഉണ്ട് എന്നാണ്. വിവിധ സംസ്ഥാന വഖഫ് ബോർഡുകളുടെ രജിസ്ട്രിയിൽ 8,70,000 പ്രോപ്പർട്ടികളായി 9,40,000 ഏക്കർ വഖഫ് ഭൂമിയുണ്ട്. നീ ആ ഭൂമിയോ 6,500 ഏക്കർ പിന്നെ ഭൂമി കയ്യേറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു, നഷ്ടപ്പെട്ടു കഴിഞ്ഞു. 58,000 പ്രോപ്പർട്ടി കയ്യേറ്റത്തിന്റെ ഭീഷണിയിലാണ്, ഏതു നിമിഷവും നഷ്ടപ്പെട്ടേക്കാം. 4,35,000 പ്രോപ്പർട്ടികൾ അൺനോൺ ആണ്, അതെവിടെയാണെന്ന് അറിയില്ല. വഖഫ് ബോർഡിന്റെ കയ്യിലില്ല, മറ്റാരുടെയോ കയ്യിലാണ്. രേഖകളുണ്ട്, പക്ഷെ ആ ഭൂമി ആരുടെ കയ്യിൽ എവിടെയുണ്ട് എന്നീ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന് പോലും അറിയില്ല. 4,35,000, 58,000, 6,000, 4,99,000 വരുന്ന പ്രോപ്പർട്ടികൾ ഇപ്പൊ ഈ സമുദായത്തിന്റെ കയ്യിലില്ല. ഒന്നുകിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതു നിമിഷവും നഷ്ടപ്പെട്ടേക്കാം. വലിയൊരു വിഭാഗം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ എറുമ്പ് ചേർത്ത് വെക്കുന്നത് പോലെ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കാണ്, പതിതരായ പടുദാരിദ്ര്യത്തിന്റെ ഒരു ഭൂതകാലത്തിലും അവർ വിശ്വസിക്കുന്ന, അവർ കുമ്പിടുന്ന, അവർ വിളിച്ചാരാധിക്കുന്ന ഏകദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിൽ അവർ മാറ്റിവെച്ച എറുമ്പിനെ പോലെ ഒരു സമുദായം ചേർത്ത് വെച്ച സമ്പത്തിന്റെ വലിയൊരു പങ്ക് പിന്നിട്ട 7.5 പതിറ്റാണ്ടിനിടയിൽ കൈമോശം വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ത്യയുടെ പാർലമെന്റിൽ ആ മന്ത്രി പറഞ്ഞത് 1 വർഷം മുൻപ്. 1 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട് പറയാണ്, ഇവര് തട്ടിപ്പറിച്ചു കൂട്ടി വെച്ചതാണ്, പിടിച്ചെടുത്തതാണ്, വളഞ്ഞുകെട്ടിയതാണ്, പൂർവികന്മാരായി പതിറ്റാണ്ടുകളായി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് പിടിച്ചു പറിച്ചതാണ്. ഇത് പറയുമ്പോ ഇതിന്റെ പിറകിൽ ഒരു അപകടമുണ്ട്. ഒരുപക്ഷെ എന്റെ ഈ മുൻപിലിരിക്കുന്ന പറമ്പിൽ പീടികയിലെ ഈ സദസ്സിൽ ഒരൊറ്റ മുസ്ലിം അല്ലാത്ത ആൾ പോലും നമ്മുടെ ഈ പൊതുയോഗം വീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവിടെയും ഒരു കാര്യം മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വ ബോധത്തോടെ പറയേണ്ടി വരും. വഖഫ് ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നത്, വഖഫ് ബില്ലിനെതിരെ വഖഫ് ബില്ലിനെതിരെ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ത്യയുടെ പാർലമെന്റിൽ നിലപാട് സ്വീകരിച്ചത്, ആരുടെയെങ്കിലും ഭൂമി തട്ടിപ്പറിച്ച ഈ സമുദായത്തിന്റെ ഖജനാവിലേക്ക് ചേർത്തു വെക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല എന്ന് വിനയത്തോടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ തന്നെ ഈ വഖഫ് നിയമത്തെ എതിർത്തത്? ഒന്നാമത്തെ പ്രശ്നം, ഞാനതിലേക്ക് വിശദമായിട്ട് പോവല്ല, വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്യാം എന്ന് വരുന്നു. നമ്മളും വിചാരിക്കുമല്ലോ, ഇപ്പൊ ഇത്രയും കച്ചറയുള്ള ഒരു കാലത്ത്, ഒരു പ്രശ്നമുള്ള കാലത്ത്, പ്രശ്നം ഒരു സുതാര്യതയ്ക്ക് വേണ്ടി 2 പേർ ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? നമ്മൾ 10-21 പേരുള്ളയിടത്ത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെടാത്ത 2 മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതിന്റെ സുതാര്യത ബോധ്യപ്പെടാൻ അത് നന്നാവില്ലേ എന്ന് ചോദിക്കുന്ന ചില നിഷ്കളങ്കരുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് അത് പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം, അപ്പൊ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ ഈ വഖഫ് കൗൺസിലിന്റെ കോമ്പോസിഷനെ കുറിച്ച്, അതിന്റെ ഘടനയെ കുറിച്ച് ഈ നിയമവും പഴയ നിയമവും എന്ന് പറയുന്നു. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ പഴയ നിയമമല്ല കേട്ടോ, 995 വഖഫ് ആക്ട്. പഴയ വഖഫ് ആക്ടിൽ സെക്ഷൻ 9 ഇങ്ങനെ പറയുന്നുണ്ട്. 1, ഈ വഖഫ് ബോർഡിലേക്ക് വരേണ്ടവർ ഇന്ത്യയുടെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഇന്ത്യയുടെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന്റെ ജാതി ഏതുമാകാം, അദ്ദേഹത്തിന്റെ മതം ഏതുമാകാം,
നിർബന്ധമായും അദ്ദേഹം ഈ വഖഫ് കൗൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗമാണ്. അതിന്റെ തൊട്ട് താഴെ പഴയ ആക്ടിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴെ പറയുന്നവരാകെ മസ്റ്റ് ബി ഫ്രം എമംഗ് മുസ്ലിംസ് എന്നാണ്. താഴെ പറയുന്നവർ മുഴുവൻ മുസ്ലിങ്ങളായിരിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ പാർലമെന്റ് രണ്ടംഗങ്ങൾ, രാജ്യസഭയിൽ നിന്നൊരാൾ, ഒരു സുപ്രീം കോടതി ജഡ്ജി, ഒരു ഹൈക്കോടതി ജഡ്ജി, അതങ്ങനെ പോവാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വാ. ഇപ്പൊ ഇവര് ഭേദഗതി ചെയ്ത നിയമത്തിലേക്ക് സെക്ഷന് മാറ്റില്ല, അതേ സെക്ഷൻ 9 ആദ്യം പറയുന്നു ഇന്ത്യയുടെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി, പഴയ ആക്ടിലും അങ്ങനെ തന്നെ. അതിന്റെ തൊട്ടു താഴെ പറയുന്നു രാജ്യത്തിന്റെ ലോക്സഭയിൽ നിന്ന് 2 പേർ, ഇന്ത്യയുടെ രാജ്യസഭയിൽ നിന്നൊരാൾ. തൊട്ടു താഴെ സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി, ഹൈക്കോടതിയിലെ ഒരു മുൻ ജഡ്ജി. സ്നേഹമുള്ളവരെ, അവിടെ ഒന്നും ഈ മസ്റ്റ് ബി ഫ്രം എമംഗ് മുസ്ലിംസ് ഇല്ല. പിന്നെ അതിന്റെ സി വരുമ്പോഴാണ് ഇത് വരുന്നത്. അതിന്റെ താഴെ മുത്തവല്ലിമാർ, ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ. ഇതൊന്നും മുസ്ലിംകളല്ലാത്ത വേറെ ആളെ BJPക്ക് ഈ രാജ്യത്ത് കിട്ടില്ല. വഖഫ് ചെയ്ത അമുസ്ലിങ്ങൾ ഉണ്ടാവും, പക്ഷെ മുത്തവല്ലിയായൊരു അമുസ്ലിം ഇന്ത്യയിൽ ഇപ്പോ കിട്ടാനില്ല. ഇസ്ലാമിക വിഷയങ്ങളിൽ അവഗാഹമുള്ള, ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, ഹദീസ് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതൻ ഒരു അമുസ്ലിമായിരിക്കുക ഇന്ത്യയിൽ അസാധ്യമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, എവിടെയൊക്കെ മുസ്ലിംകളല്ലാത്ത മറ്റ് സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും കിട്ടാനുണ്ടോ അവിടെയൊക്കെ ആ നിബന്ധന എടുത്തു കളഞ്ഞിരിക്കുന്നു. മുസ്ലിംകളല്ലാതെ മറ്റാരും കിട്ടില്ല എന്നുറപ്പുള്ളയിടത്ത് മാത്രം അവർ മുസ്ലിം എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതനുസരിച്ച് BJPക്ക് വേണമെങ്കിൽ 11 മുസ്ലിംകളല്ലാത്തവരും 10 മുസ്ലിങ്ങളുമുള്ള ഒരു വഖഫ് കൗൺസിൽ ഉണ്ടാക്കാം എന്നതാണ്. ഇതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്, നമ്മൾ ഈ മണ്ണിൽ കൂടപ്പിറപ്പുകളെ പോലെ ജീവിച്ചവരാണ്. നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ഈ രാജ്യത്ത് അനുഭവിക്കുന്നതിനേക്കാൾ ഒരു തരി അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ഒരു പണത്തൂക്കം എന്തെങ്കിലും ഈ രാജ്യത്ത് ഞങ്ങളും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളും ഞങ്ങളും ജാതിക്കും മതത്തിനും അപ്പുറത്ത് തുല്യരാണ് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ കാഴ്ചപ്പാടിനെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നു. അപ്പോഴും ഇങ്ങനെ പറയേണ്ടി വരുന്നത്, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ, ഞങ്ങളുടെ ആദർശത്തിന്റെ, അതുപ്രകാരം ഇവിടെ അവസാനത്തെ ശ്വാസം വരെ ജീവിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശത്തിന്റെ പ്രശ്നമാണ്. നാളെ ഇവിടെ ഒരാൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഇതുപോലെ ചാടി വീണാൽ നിങ്ങളെക്കാൾ മുന്നിൽ ആ അതിക്രമം പ്രവർത്തിക്കുന്നവരുടെ മുൻപിൽ വിരിമാറ് കാട്ടാൻ ഇന്ത്യയിലെ മുസ്ലിം സമുദായവും അതിന്റെ നേതൃത്വവും ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾ നൽകുകയാണ്. ഇല്ലേ? ആണ് ഇതിന്റെ പ്രശ്നം. രണ്ടാമത്തേത്, ഇതിവിടെ നിൽക്കുന്നതല്ല. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ ഇപ്പൊ മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ട്, ഞാൻ എറണാകുളത്തുകാരനാണ്, നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അവിടുത്തെ മനുഷ്യർ നേരിടുന്ന നിസ്സഹായതയുണ്ട്. നമ്മൾ ആരും ഒരു ചർച്ചയിൽ പോലും അവരെ കയ്യേറ്റക്കാർ എന്ന് വിളിക്കാറില്ല. അവർ കയ്യേറ്റക്കാരല്ല, അവർക്ക് അവരുടെ ഉടമസ്ഥാവകാശമുണ്ട്. അതനുസരിച്ച് 2020 TK ഹംസയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ വഖഫ് ബോർഡ് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നത് വരെ അവർ കരമൊടുക്കിയിരുന്നു. അവിടുത്തെ പ്രശ്നം അവരെവിടുന്നെങ്കിലും വന്ന് കയ്യേറി താമസിച്ചതല്ല. അവരുടെ കയ്യിൽ ഒരു ആധാറുണ്ട്, ഫറൂഖ് കോളേജിന്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിലുണ്ട്. ഇതിൽ മൂന്നിൽ ഏതാണ് ശരി എന്നാണ് ഈ രാജ്യത്ത് തീരുമാനിക്കപ്പെടേണ്ടത്. ആ വിഷയത്തെ മുൻനിർത്തി BJP ഇവിടെ നടത്തുന്ന ക്യാമ്പയിൻ, വഖഫ് ബില്ലിനെ ഇവരെതിർക്കുന്നത് മുനമ്പത്തെ ആ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിലുള്ള 100-200 ഏക്കർ ഭൂമി ഇവരുടെ വഖഫ് ബോർഡിലേക്ക് തട്ടിയെടുക്കാനാണ് എന്നാണ്. സ്നേഹമുള്ളവരെ, വഖഫ് ബില്ലിനെ മുസ്ലിം ലീഗ് എതിർത്തത് മുനമ്പത്തുകാരെ തെരുവിലിറക്കാനല്ല, അവരെ ആട്ടിയോടിക്കാനല്ല. വഖഫ് ബില്ലിനെതിരെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടി സമർപ്പിച്ച ആ ഹർജിയിൽ പോലും മുനമ്പത്തെ മനുഷ്യരെ കുറിച്ച്, അവരുടെ യാതനകളെ കുറിച്ച്, അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഈ പാർട്ടി സംസാരിച്ചിട്ടുണ്ട്. മുനമ്പത്ത് വന്ന് നാടകം കളിക്കല്ല, മൈക്ക് കെട്ടി പൊതുയോഗത്തിൽ പറയല്ല, പിന്നെയോ
ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് മുൻപാകെ മുസ്ലിം ലീഗ് സമർപ്പിച്ച മറ്റന്നാൾ രാജ്യത്തിന്റെ സുപ്രീം കോടതി വാദം കേൾക്കാനിരിക്കുന്ന ആ കേസിൽ ലീഗ് സ്വീകരിച്ച നിലപാടാണത് എന്ന് പറയുന്നത്. എന്നാ BJP-യോ പറഞ്ഞല്ലോ, ഇതോടെ തീർന്നു, നിയമം പാസ്സായി, ഇനി വഖഫ് ബോർഡില്ല, വഖഫ് കൗൺസിൽ ഇല്ല, വഖഫ് എന്ന് പറയുന്ന ഏർപ്പാടില്ല, മുനമ്പത്തെ മനുഷ്യർക്ക് നാളെ പോയി കരമടക്കാം എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ കാവിക്കടിവെച്ചു കൊടുത്ത് സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് അവരെ കെട്ടിത്തെളിച്ച് ഈ കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ക്രൈസ്തവ മുസ്ലിം സാഹോദര്യത്തെ തകർത്ത് മണിപ്പൂര് പോലെ, ഗോവ പോലെ ഇതാ കേരളം BJP-യുടെ വഴികളിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞവർ അന്ന് വൈകിട്ട് RSS-ന്റെ ഓർഗനൈസറിൽ വന്ന ലേഖനമുണ്ട്. ആ ലേഖനം അന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഭൂമുടമ ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ റെയിൽവേയും കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഭൂവുടമ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് അല്ല, പിന്നെയോ ഇവിടുത്തെ കാത്തലിക് ചർച്ചാണ് എന്നാണ്. അവർ ലേഖനം പിൻവലിച്ചോ? ലേഖനമേ പിൻവലിച്ചിട്ടുള്ളൂ. അവരുടെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല, അവരുടെ അജണ്ടകൾ മാറ്റിവെച്ചിട്ടില്ല. ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിലെ ദേവാലയത്തിലേക്ക് പ്രിയപ്പെട്ട ക്രിസ്തു അവിടെ കൂടിയ 10,000-കണക്കിന് മനുഷ്യരുടെ കൈകളിലെ ഒലിവ് ചില്ലകളെ സാക്ഷി നിർത്തിക്കൊണ്ട് രാജാവിനെ പോലെ എത്തിച്ചേർന്ന ആ ദിവസം കുരുത്തോല പെരുന്നാൾ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ഓശാന പെരുന്നാൾ എന്ന് കേരളത്തിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറയും. അവിടുത്തെ ക്രൈസ്തവർ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ അവർക്ക് ഒലീവ് ചില്ലകൾ കിട്ടാനില്ല, പകരം അവർ കയ്യിലെടുത്തത് കുരുത്തോലകളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അതിന് കുരുത്തോല പെരുന്നാൾ എന്ന് പറയുക. ക്രിസ്തുവിന്റെ രാജാവിനെ പോലെയുള്ള ആ വരവ് ജെറുസലേമിലെ ദേവാലയത്തിന്റെ മുറ്റത്തേക്ക് പ്രിയപ്പെട്ട ക്രിസ്തുവിന്റെ വരവിന് ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുമ്പോ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി നടക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവിടുത്തെ സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് സെന്റ് ജോർജ് കത്തീഡ്രലിലേക്ക് അവരുടെ ഒരു യാത്ര, കുരിശിന്റെ വഴി എന്നാണത് പറയുക. ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ആരാധനയുടെ ഭാഗമാണ്, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന അവരുടെ വിശുദ്ധ വാരത്തിന്റെ തുടക്കമാണ് ഈ ഓശാന പെരുന്നാൾ എന്ന് പറയുന്നത്. ആ ജാഥ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഡൽഹിയിൽ നടന്നപ്പോ ഒരു കല്ല് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിക്കു നേരെ, ഒരു ക്ഷേത്രത്തിന് നേരെ ആ വിശ്വാസികൾ വലിച്ചെറിഞ്ഞിട്ടില്ല. പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം അവർ മുഴക്കിയിട്ടേയില്ല. ക്രിസ്തു മുന്നോട്ട് വെച്ച സമാധാനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാവണ്ണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി നടക്കുന്ന ആ യാത്ര അതിന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഈ യാത്ര വന്നു ചേരേണ്ടിയിരുന്ന അതേ കത്തീഡ്രലിലേക്കാണ് 2 വർഷം മുൻപ് ഒരു പാതിരാവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കയറി ചെന്നത്. ഈ കേരളത്തിന്റെ മണ്ണിൽ ലീഗിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം തകർക്കാൻ ആളുകൾ പരിശ്രമിക്കുമ്പോ അവരുടെ മനസ്സിനോടാണ്, അവരുടെ മനസാക്ഷിയോടാണ്, അവരുടെ ഓർമ്മകളോടാണ് ലീഗ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അതേ കത്തീഡ്രലിന്റെ പടികയറി പാതിരാവിൽ വന്ന് കുർബാന കൈക്കൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കേക്കും വീഞ്ഞും കൊടുത്ത് ക്രിസ്തുമത വിശ്വാസത്തെ കുറിച്ച്, ക്രൈസ്തവ സഹോദരങ്ങളെ കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാചാലമായി സംസാരിച്ചത് 2 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ ഇപ്പോഴും അവരുടെ കണ്ണ് ഇവിടുത്തെ പള്ളികളുടെ മിനാരങ്ങളിൽ മാത്രമല്ല, ഇവിടുത്തെ ചർച്ചുകളിലെ ആൾത്താരകളിലുമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം നമുക്ക്. കേരളത്തിന്റെ മണ്ണിൽ മുനമ്പത്തിന്റെ പേരിൽ സംഘപരിവാർ ആഘോഷിക്കുമ്പോ ആപ്കാ ജോ അസംബ്ലി കാ കാനൂൻ ഹൈ വോ സമന്ദർ മേ ജായേഗാ എന്ന് നമ്മുടെ ഷിറ്റ് ഗോപി ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് വീരവാദം മുഴക്കുമ്പോ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ജബൽപൂരിൽ ക്രൈസ്തവ സഹോദരന്മാര്, അവരുടെ സന്യാസിമാര്, ബജറംഗ് ദൾ പ്രവർത്തകർ, MSF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് സമ്മേളന നഗരിയിലേക്ക് കടന്നു വരാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കണ്ട കാഴ്ച ജബൽപൂരിൽ ക്രൈസ്തവ സന്യാസിമാര് ബജറംഗ് ദളിന്റെ പ്രവർത്തകർ തെരുവിലിട്ട് തള്ളുന്ന കാഴ്ച. അക്കൂട്ടത്തിൽ ഒരാളുടെ പേര് വിനോദ് എന്നായിരുന്നു. അയാൾ തൃശ്ശൂരുകാരനായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ,
സുരേഷ് ഗോപി ഇപ്പോ ഭരചന്ദ്രൻ IPS പഠിച്ചുകൊണ്ടിരിക്കുക. ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം, എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. എന്നിട്ട് തള്ളി മാറ്റുക, കുറെ സമയം മിണ്ടാണ്ട് നടക്കുക, കുറെ സമയം പേടിപ്പിച്ച് നോക്കുക. താൻ അവതരിപ്പിച്ച ഭരചന്ദ്രൻ പോലെയുള്ള തട്ടുപൊളിപ്പൻ കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ നിന്ന് മാറാതെ ഈ കേരളത്തിൽ നാടകം കളിക്കുന്ന ആൾ, തൃശ്ശൂരിലെ മാതാവിന് പൊന്നിൻ കുരിശു കൊടുത്ത ആൾ, അയാളുടെ പാർട്ടിയുടെ കൂലിത്തല്ലുകാർ അയാളുടെ മണ്ഡലത്തിലുള്ള ഒരു പാവം പാതിരിയെ തൃശ്ശൂരിലിട്ട് തല്ലിച്ചതച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോ കളിച്ച നാടകം നമ്മൾ കണ്ടതാണ്. ഇതാണ് RSS എന്ന് പറയുന്നത്. ശത്രുക്കളെ കുറിച്ച് പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവർ. ആദ്യമില്ലാതാകേണ്ടവർ, ആദ്യം ആട്ടിപ്പായിക്കേണ്ടവർ അവർ ഈ രാജ്യത്തെ മുസ്ലിംകളാണ്. രണ്ടാമത്തേത് ഈ രാജ്യത്തെ മിഷനറിമാരാണ്. ഈ രാജ്യത്തെ മിഷനറിമാരാണ്. ഗ്രാം സ്റ്റെയിൻസിന് അദ്ദേഹത്തിന്റെ 2 മക്കൾ ഫിലിപ്പിനെ തിമോത്തിയെ അവരുടെ വാഹനത്തിലിട്ട് ബജറംഗുദൾ ചുട്ടു ചാമ്പലാക്കിയത് അയാള് കലാപം നടത്തിയിട്ടല്ല, അക്രമം നടത്തിയിട്ടല്ല, പിന്നെയോ ഒറീസയിലെ ആദിവാസി കുടിലുകളിൽ പട്ടിണി അനുഭവിക്കുന്നവർക്കിടയിലേക്ക് പൊട്ടിയൊലിക്കുന്ന കുട്ടത്തിന്റെ വ്രണത്തിലേക്ക് സാന്ത്വനത്തിന്റെ ലേപനം പുരട്ടാൻ ക്രിസ്തുവിന്റെ പുഞ്ചിരി ഏറ്റുവാങ്ങി കടന്നു ചെന്ന ഗ്രാം സ്റ്റെയിൻസ്, ആ ഗ്രാം സ്റ്റെയിൻസിനെ പച്ച ജീവനോട് ചുട്ടുകൊന്നത് അയാൾ മിഷനറിയാണ് എന്നതിന്റെ പേരിലാണ്, ക്രൈസ്തവനാണ് എന്നതിന്റെ പേരിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. അക്കമിട്ട് പട്ടിക തയ്യാറാക്കി ശത്രുക്കളെ ഓരോരുത്തരെയായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ അക്കൂട്ടത്തിലെ ആദ്യത്തെ ഊഴമാണ് ഇവിടുത്തെ മുസ്ലിംകളുടേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ ജാഗ്രത കേരളത്തിൽ, രാജ്യത്ത് ഉയർന്നു വരേണ്ട ഒരു കാലത്ത്, ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപാട് പഴയ കാലത്തല്ല, നിങ്ങള് ചില സമയത്തെങ്കിലും ശാന്തമായി 10 വർഷം മുൻപുള്ള നമ്മുടെ കേരളത്തെ കുറിച്ച് ഓർക്കണം. 10 വർഷം മുൻപ് അപ്പുറത്തുള്ള കേരളം, 56 കേരളപ്പിറവിയുടെ കാലത്തെ കേരളത്തെ കുറിച്ചല്ല. നമ്മുടെ മൺമറഞ്ഞു പോയ നേതാക്കന്മാർ EMS, AKG, മാനായ CH, ലീഡർ K കരുണാകരൻ, പട്ടുതാണുള്ള ആ കാലത്തെ കുറിച്ചൊന്നുമല്ല. പിണറായി വിജയൻ എന്ന കാരണഭൂതൻ ഇരട്ടച്ചങ്ങിന്റെ കരുത്തിൽ RSSനെ പ്രതിരോധിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്ത് 2 വട്ടം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നേതാവ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടുതലേ ദിവസം വൈകിട്ടത്തെ സൂര്യനസ്തമിക്കുന്നത് വരെ നമ്മൾ അനുഭവിച്ച ഒരു കേരളമുണ്ട്. ആ കേരളത്തിലാണ് ഇപ്പോഴത്തെ SNDPയുടെ നേതാവ്, പ്രിയപ്പെട്ട MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് നവാസ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും പാർട്ടിക്ക് വേണ്ടി ചാനലുകളിൽ സംസാരിക്കാൻ പോകുന്നവരാണ്. ഈ വിഷയമൊക്കെ സംസാരിക്കാൻ പോകുമ്പോ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് ഞങ്ങൾക്ക് തോന്നാറുള്ള ഒരാത്മനിന്ദയുണ്ട്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, മുസ്ലിം എന്ന പേര് ഒരു ഭാഗത്ത് ഉയർത്തിപ്പിടിച്ച് പച്ചക്കൊടിയും പിടിച്ച പാവപ്പെട്ട ഈ സമുദായത്തിന്റെ അവകാശങ്ങളിൽ ഒരു തരി വിട്ടുവീഴ്ച ചെയ്യാതെ ഇന്നലകളിൽ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ലീഗ് നേതൃത്വം കൊടുത്തപ്പോ, മുദ്രാവാക്യം വിളിച്ചപ്പോ, തെരുവിൽ പ്രസംഗിച്ചപ്പോ, പട്ടാള ചിട്ടയോടെ ഈ പാർട്ടിയുടെ പ്രവർത്തകന്മാർ കേരളത്തിന്റെ തെരുവുകളിൽ അടിവച്ച് നീങ്ങിയപ്പോ അത് നോക്കി നിന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. അവരുടെ നെറ്റിയൊന്ന് ചുളിയാതെ, അവരുടെ ഉള്ളിലേക്ക് ഭയത്തിന്റെ ഒരു കനൽ വീഴാതെ, വെറുപ്പിന്റെ ഒരു നോട്ടം അവരിൽ നിന്നുണ്ടാവാതെ, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേറെയല്ല കേട്ടോ, ഒരൊറ്റ ഒഴുക്കിൽ നിങ്ങളോടൊപ്പം ഒഴുകാനാണ്. ഒരു ചണ്ടി പോലെ അരികുമാറിപ്പോവാതിരിക്കാനാണ്. നിങ്ങൾക്കുള്ള അത്രയും അവകാശം 1 മണി തൂക്കം കൂടുതലില്ലാതെ, 1 മണി തൂക്കം കുറവില്ലാതെ ഈ മണ്ണിൽ മനുഷ്യരെ പോലെ ജീവിക്കാനാണ് ഈ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച സൗഹൃദത്തിന്റെ ഒരു നിലപാടുണ്ട്. ഈഴവനെന്ന്, മുസ്ലിമെന്ന് ചേരിതിരിഞ്ഞ് ഈ ചർച്ച വഴുതി പോവാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കുമ്പോഴും മഹാനായ ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം, ഗുരുദേവൻ പറഞ്ഞൊരു കാര്യം ഗാന്ധി വന്ന് ചോദിക്കുന്നുണ്ട്, മോക്ഷമാർഗം അത്
ഹിന്ദുമതം മാത്രമാണോ ഗുരു? മഹാത്മാവെന്ന് ലോകം ആദരിക്കുന്ന മനുഷ്യൻ ഗാന്ധി മുന്നിലിരുന്ന് ഗുരുദേവനോട് ചോദിച്ചത് മോക്ഷത്തിലേക്ക് ഈ ഒന്ന് മാത്രമാണോ മാർഗം? ഗുരു പറഞ്ഞു, ഇതൊരു മാർഗമാണ്, പക്ഷേ ഇതു മാത്രമല്ല മാർഗം. നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന വിശ്വാസത്തിന്റെ, ധാർമ്മികതയുടെ, മൂല്യങ്ങളുടെ ഒരുപാട് കൈവഴികളുണ്ട്. നിങ്ങൾ മുസ്ലിം ആയിക്കൊള്ളൂ, നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കൊള്ളൂ, നിങ്ങൾ ഹിന്ദു ആയിക്കൊള്ളൂ, നിങ്ങൾക്ക് മോക്ഷം സാധ്യമാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ, അരുവിപ്പുറത്ത് ആ പുഴയുടെ ആഴങ്ങളിൽ നിന്നെടുത്ത ഒരു കല്ല്, ഈ കല്ലാണ് ശിവലിംഗം. ആരാന്റെ പള്ളിയുടെ അസ്ഥിഭാരം തോണ്ടിയിട്ടല്ല, ഈ രാജ്യത്തെ മനുഷ്യർക്കിടയിലെ സൗഹൃദം തകർത്തിട്ടല്ല, പിന്നെയോ അരിക്കരയിലെ പുഴയിലെ പേരറിയാത്ത, സ്ഥലം തിട്ടപ്പെടാത്ത ഒഴുകി വന്ന ഒരു കല്ല്. അത് പ്രതിഷ്ഠിച്ചിട്ട് ഗുരുദേവൻ പറഞ്ഞു, ഇതാണ് ആ ദേവസ്ഥാനം, ആ കല്ലിലാണ് ശിവന്റെ ചൈതന്യമുള്ളത്. അതിന്റെ പിറകിൽ ഇങ്ങനെ കൂടി എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ സ്ഥാനത്താണ്, ആ ചൈതന്യത്തിലാണ്, ആ ബിന്ദുവിലാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല, അവിടെ എല്ലാവരും സോദരരാണ് എന്ന് പഠിപ്പിച്ച ഗുരുദേവൻ, ആ ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനം, അതിന്റെ അമരത്തിരിക്കുന്ന മനുഷ്യൻ കോഴിക്കോട്ടങ്ങാടിയിലെ ഒരു പാവം ഓട്ടോ ഡ്രൈവറെ കുറിച്ച് ഒരു ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ബഹളം. എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ അവിടെ മാൻഹോളിൽ 2 പേർ കുടുങ്ങിയിട്ടുണ്ട്. അവരുടെ പേര് ചോദിച്ചില്ല കേട്ടോ, അവരുടെ ജാതിയും ചോദിച്ചില്ല, അവരുടെ മതം തിരഞ്ഞില്ല. കുടിച്ച പാതി ചായ അതിന്റെ മേശപ്പുറത്തേക്ക് വെക്കുമ്പോ അനാഥരായി പോകുന്ന 2 പിഞ്ചു കുട്ടികളുണ്ടെന്ന്, പണിതീരാത്ത ഒരു വീടുണ്ടെന്ന്, പ്രായം ചെന്ന ഉപ്പയുണ്ടെന്ന്, രോഗിയായ ഉമ്മയുണ്ടെന്ന്, ആ പ്രാരാബ്ധങ്ങളുടെ, മക്കളുടെ അനാഥത്വത്തിന്റെ പിൻവികളുണ്ടെന്ന് ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ ആ മാൻഹോളിലേക്ക് എടുത്തു ചാടിയ നൗഷാദ്, അതൊരു നൗഷാദ് അല്ല. കേരളത്തിന്റെ ഏതു തെരുവിലും, ഈ പറമ്പിൽ പീടികയിലടക്കം 4 ആളുകൾ കൂടുന്നിടത്തൊക്കെ അങ്ങനെ ഒരു നൗഷാദിനെ നമ്മൾ കാണും. പക്ഷെ നൗഷാദിന് അവിടെ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രല്ല, അതിൽ വീണ് ആ നൗഷാദ് കൂടി മരണപ്പെട്ടു. പിറ്റേ ദിവസം ആ മാൻഹോളിൽ നിന്ന്, ആ കുഴിയിൽ, മാലിന്യം നിറഞ്ഞ ആ കുഴിയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ 3 മൃതദേഹങ്ങളുടെയും നേരെ നമ്മൾ പേരെഴുതി വെച്ചു. ഒരാൾ നൗഷാദാണ്, 2ാമത്തെ ആൾ നരസിംഹമാണ്, 3ാമത്തെ ആൾ ഭാസ്കറാണ്. നൗഷാദ് മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. മറ്റു 2 പേർ ആന്ധ്രാപ്രദേശുകാരനാണ്. മലയാളിയായ മുസ്ലിമായ നൗഷാദ് ആന്ധ്രാപ്രദേശുകാരായ ഹിന്ദുക്കളായ നരസിംഹത്തിനും ഭാസ്കറിനും വേണ്ടി പറയേണ്ടി വരുന്നത്, ഹിന്ദുവിനെയും മുസ്ലിമിനെയും മുഖാമുഖം നിർത്തി തമ്മിലടിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മലയാളിയുടെ ബോധമെന്ന് പറയുന്നത് അവർ 3 മനുഷ്യരാണ് എന്നതാണ്. അങ്ങനെയുള്ള നൗഷാദിന്റെ പ്രാരാബ്ധങ്ങളോട് അന്ന് കേരളം ഭരിച്ചിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ചെറിയൊരു സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു എന്നാണ്. കേരളം മുഴുവൻ അതിന് കൈയടിച്ചു. അത് നൗഷാദിന്റെ ജീവന്റെ വിലയായതുകൊണ്ടല്ല, നൗഷാദ് ബാക്കി വെച്ച് പോയത് മുഴുവൻ ആ 3 ലക്ഷത്തിന് മതിയാകും എന്നതുകൊണ്ടല്ല. അങ്ങനെയുള്ള നൗഷാദുമാർ ഈ കേരളത്തിന്റെ എല്ലാ അങ്ങാടികളിലും വേണമെന്ന്, ഇവിടെ മതിലുകൾ ഉയരരുത് എന്ന്, ഹോളിയുടെ പേരിൽ, രാമനവമിയുടെ പേരിൽ, ബജറംഗബലിയുടെ പേരിൽ ഉത്തരേന്ത്യയിൽ ഹിന്ദുമത വിശ്വാസികളുടെ ഘോഷയാത്ര കടന്നു വരുമ്പോ അതിനിടയിൽ ആ പാവപ്പെട്ട വിശ്വാസികൾ പോലും അറിയാതെ കടന്നുകയറിയ RSSുകാർ പള്ളി മിനാരങ്ങൾക്കു നേരെ കല്ലെറിയാതിരിക്കാൻ ആ പള്ളികൾ പ്ലാസ്റ്റിക് പടതയിട്ട് മൂടേണ്ടി വരുന്ന ഗതികേടുണ്ട് നമുക്ക്. ആ ഗതികേട് ഈ കേരളത്തിൽ വരാതിരുന്നത് നൗഷാദാകട്ടെ, മറ്റെന്തു പേരുമാകട്ടെ, മനുഷ്യരെ മനുഷ്യരായി കാണുന്നവർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ പൈസ അന്ന് ഇദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. കേരളം കാതു പൊത്തിക്കൊണ്ടാണ് അത് കേട്ടത്. ഒറ്റക്കെട്ടായിട്ടാണ് മലയാളക്കര നൗഷാദിന്റെ ആത്മാവിന് വേണ്ടി ഈ മനുഷ്യന്റെ വാക്കുകൾക്ക് മറുപടി കൊടുത്തത്. അവിടെ ഭരണപക്ഷമില്ല, അവിടെ പ്രതിപക്ഷമില്ല, അവിടെ അച്യുതാനന്ദനില്ല, ഉമ്മൻചാണ്ടിയില്ല. പിന്നെയോ മലയാളക്കര ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് മറുഭാഗത്തോ വിഷമമിപ്പിക്കുന്ന ആ വാക്ക്
അവിടെ മുസ്ലിം ഇല്ല, ഈഴവനില്ല, ക്രിസ്ത്യാനിയില്ല. മലയാളിയുടെ മാനവികതയും ഈ വാക്കിലെ വെറുപ്പും ഒരുമിച്ചെതിർത്തപ്പോ പുറകോട്ട് പോവേണ്ടി വന്നു, മാറ്റി പറയേണ്ടി വന്നു. അത് കഴിയുമ്പോഴോ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാന്റെ പദവി കൊടുത്തു. ഇവിടെ ആരും എതിർത്തിട്ടില്ല, ആരും അധിക്ഷേപിച്ചിട്ടില്ല. SNDPയുടെ അമരക്കാരന് ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യതയുണ്ട്. കേരളത്തിന്റെ അറിവൊളി പ്രസ്ഥാനം, കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനം ജാതിയുടെ, പിന്നോക്കാവസ്ഥയുടെ, അസമത്വത്തിന്റെ, കാലം ചവറ്റുകൊട്ടയിൽ തുപ്പിയ ചാതുർവർണ്ണത്തിന്റെ ഇന്നലകളിൽ നിന്ന് ഈ കേരളം ഈ നാൾ വഴിയിൽ ഇവിടെ വരെ നടന്നെത്തിയെങ്കിൽ അതിന്റെ അമരത്വം നിന്നത്, അതിന്റെ കൊടിയുയർത്തി പിടിച്ചത് ഗുരുദേവന്റെ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിന് പോലും അതിൽ അരനാഴിക ആലോചിക്കേണ്ട സംശയമില്ലാത്തത് കൊണ്ട് നമ്മൾ ആരും എതിർത്തില്ല. നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ചു, നേരത്തെ പറഞ്ഞ ആൾക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ, മനുഷ്യരായി കാണാൻ കഴിയട്ടെ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹം മലപ്പുറത്ത് വരുന്നത്. എല്ലാരും കൂടി പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയല്ലോ. ഞാൻ അവസാനിപ്പിക്കാണ്. ലീഗിനെ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് എന്താ തകരാറ്? ലീഗ് വേറെയാണ്. ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. മലപ്പുറത്ത് പറഞ്ഞാലല്ലേ കുഴപ്പം? മുസ്ലിങ്ങളെ പറഞ്ഞാലല്ലേ കുഴപ്പം? ഇത് പറഞ്ഞത് ലീഗിനെയാണല്ലോ. എന്താ പറഞ്ഞത്? ആ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണം. നിലമ്പൂരിൽ നടത്തിയ ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്നുണ്ടോ? ലീഗിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് കൊണ്ട് ഒരു തരക്കേടുമില്ല, ഞങ്ങൾക്ക് പേടിയില്ല. ഇവിടുത്തെ ഏത് സാമുദായിക സംഘടനയുടെ നേതാവിനും, ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനും ഞങ്ങളെ ഓഡിറ്റ് ചെയ്യാം, ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഞങ്ങളോട് വിമർശനങ്ങൾ പറയാം. ഞങ്ങൾ വെട്ടാൻ വരില്ല, കൊല്ലാൻ വരില്ല. ഇന്ന് വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്, നിങ്ങളുടെ കണക്കുകൾക്ക് ഞങ്ങൾക്ക് മറുകണക്കുണ്ട്. നിങ്ങളുടെ നിലപാടുകളുടെ മുന്നിൽ പറയാൻ അചഞ്ചലമായ ഞങ്ങളുടെ ബോധ്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ടാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും മനസ്സിൽ ഈ പാർട്ടിയും ഇതിന്റെ പതാകയും 7.5 പതിറ്റാണ്ട് കാലം ഉയർന്നു നിന്നത് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ വിമർശിച്ചോട് കുഴപ്പമില്ല, പക്ഷേ വിമർശിച്ചത് ഞങ്ങളെ ആയിരുന്നില്ല. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നാണ് അല്ലേ? ഈ കാറ്റിന്റെ കുഴപ്പം എന്താ? ഈ കാറ്റിലാകെ ഭയാണ്. ശ്വാസം കഴിക്കാൻ പറ്റണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒച്ചയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ചോദിക്കാണ്. ഒരു പുരുഷാരത്തെ മുന്നിൽ നിർത്തിയിട്ട് അവരോട് ചോദിക്കാണ്, ഇവിടെ ഈ നിലമ്പൂരിൽ, ഈ മലപ്പുറത്ത് ശ്വാസം കിട്ടാതെ പെടയല്ലേ നിങ്ങള്? ശബ്ദമില്ലാതെ ഒറ്റപ്പെടല്ലേ നിങ്ങള് എന്ന് ചോദിച്ചാൽ അതാരെ കുറിച്ചാണെന്ന്, ഏതു സമുദായത്തെ കുറിച്ചാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആഘോഷം. അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം തന്നെ നിലപാട്. അത്തരത്തിലുള്ള ഏത് ചടങ്ങിലേക്ക് വിളിച്ചാലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവിടെയൊക്കെ ഓടിയെത്തി ഈ വെറുപ്പിന്റെ കലക്കത്തിനിടയിൽ സൗഹൃദത്തിന്റെ ഒരു തെളിമ സൃഷ്ടിക്കാൻ കണ്ണിൽ ചോരകിനിയുന്ന ഈ ഇരുട്ടിന്റെ കാലത്ത് തന്റെ ഒരു വാക്ക് അടുത്ത മനുഷ്യരുടെ മനസ്സിൽ വെളിച്ചം കൊളുത്തിയാൽ അതിനുവേണ്ടി ഓടി നടക്കാൻ ഒരു മടിയില്ലാത്ത ഒരു നേതാവ് ഞങ്ങൾക്കുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ സ്നേഹമുള്ളവരെ, പിണറായി വിജയനെ ഇന്നലെ എതിർത്തിട്ടുണ്ട്, ഇന്ന് എതിർക്കും, നാളെയും എതിർക്കും, അവസാനത്തെ ശ്വാസം വരെ അയാൾക്കെതിരെ സംസാരിക്കും. പക്ഷേ ഒരു മലയാളി എന്ന നിലക്ക് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയാണ്. അവസാനത്തെ നിമിഷം വരെ സഖാവെ കാതോർത്തു നിന്നത്. അതിനെതിരെ ഒരു വാക്ക്, ഒരു തിരുത്തൽ താങ്കൾ പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഇവിടുത്തെ ഞങ്ങൾ ലീഗുകാർ മാത്രല്ല കേട്ടോ, നിങ്ങളുടെ സഖാക്കൾ ഉണ്ടെങ്കിലോ, നിങ്ങൾ മുൻനിരയിൽ നിന്ന് വിളിച്ചു കൊടുത്ത മുദ്രാവാക്യം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികളുടെ രക്തഞരമ്പുകളൊന്നാകെ മുപ്പിരിയിട്ട് പിരിച്ചൊരു കയറിൽ കെട്ടിയതാണ് ചെങ്കൊടിയെങ്കിൽ ഞങ്ങളുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യത്തിന്റെ വൈകാരികത നെഞ്ചിലേറ്റുവാങ്ങി അതിന്റെ ഇടർച്ചയിൽ ഈങ്കുലാബ് പിടിച്ച ചോരച്ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്ന 10,000-കണക്കിന് മനുഷ്യർ ഒരു തിരുത്താഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞത് കുമാരനാശാനേക്കാൾ കേമനാണ്, നവോത്ഥാന നായകനാണ്, മഹാവിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടോ പറഞ്ഞത് ഒരു സമുദായത്തെ അല്ലല്ലോ,
ഒരു ജില്ലയല്ലല്ലോ, ലീഗിനെയല്ലേ. ലീഗ് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ലേ എന്നാണ്. സഖാവേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളം ഇത് കേട്ടിട്ടുണ്ട്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ പങ്ക് കച്ചവടത്തിൽ നിങ്ങൾ കൂടി ചേർന്നിരിക്കുമ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറെ വോട്ട് തിരിച്ചു കിട്ടുമെന്നാണെങ്കിൽ, അങ്ങനെ കേരളം പരുവപ്പെട്ടിരുന്നെങ്കിൽ സഖാവ്, എത്രയോ പതിറ്റാണ്ട് മുൻപ് ഈ നാട് BJP കീഴടക്കമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഭൂതകാലം കൂടി ഉണ്ട് കേട്ടോ. ഈ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ ആകെ പറഞ്ഞ് ഒരു കാലത്ത് അദ്ദേഹത്തെ കേരളത്തിന്റെ തൊഗാഡിയ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട്, RSSന്റെ നാവ് കടം വാങ്ങി സംസാരിക്കുന്നയാൾ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വിദ്വേഷത്തെ ഇദ്ദേഹം കൂടി ന്യായീകരിക്കുമ്പോ, പണ്ട് RSS ആ നേതാവിന് കടം കൊടുത്ത നാവിന്റെ പാവി പിണറായി വിജയനും കടം കൊണ്ടിരിക്കുന്നു നമ്മൾ തിരിച്ചറിയേണ്ടി വരും എന്നതാണ് നമ്മൾ ഓർക്കേണ്ട ഭൂതകാലം. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു കരക്കമ്പി ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ. ഹൈബീഡന്റെ നട്ടലിന്റെ പാതി ഷാഫി പറമ്പിൽ കൂടി വാങ്ങി വെക്കണം കേട്ടോ. നമ്മളും കുറെ ആൾക്കാർ കൈയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ലേ? അയാൾക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഷാഫിക്ക്, പ്രിയങ്ക ഗാന്ധിക്കൊന്ന് വന്നാലെന്താ? രാഹുൽ ഗാന്ധിക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലെന്താ? രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല, പ്രിയങ്ക ഗാന്ധി സംസാരിച്ചില്ല, ഷാഫി പറമ്പില് സംസാരിച്ചില്ല. 16-ാം തീയതി നടക്കാൻ പോവാണ് ലീഗിന്റെ വഖഫ് റാലി. അവിടെ ഒരു സർദാർജി വരുന്നുണ്ട്, അമരീന്ദർ സിംഗ് വാറിംഗ് എന്നാണ് അയാളുടെ പേര്. ലൂധിയാനയാണ് അയാളുടെ നാട്. ഞാൻ പോയിട്ടുണ്ട് ലൂധിയാനയിൽ. പഞ്ചാബിൽ മുസ്ലിങ്ങൾ ഉള്ളത് മലർക്കോട്ടയിലും മാത്രമാണ്. ആ ലൂധിയാന മുഴുവൻ തിരഞ്ഞു നടന്നാലും നിങ്ങൾക്ക് ഒരു പള്ളി അടാൻ കഴിയില്ല. നിങ്ങൾ മുസ്ലിങ്ങളെയും അവിടെ കാണില്ല. ആ സർദാർജി എഴുന്നേറ്റ് എന്ന് പറ, എന്താ പറയുന്നറിയോ? मैं सरदार हूं, मेरा वकफ करने का जो हक है आप लोग कैसे छीनोगे എന്നാണ്. എന്റെ വഖഫ് ചെയ്യാനുള്ള അധികാരം സർദാറായ സിക്കുകാരനായ ഈ തലപ്പാവഴിക്കാത്ത കൃപാൺ താഴെ വെക്കാത്ത പേരിന്റെ പുറകിൽ സിംഗെന്നു ചേർത്ത എന്റെ വഖഫ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ എങ്ങനെ തട്ടിയെടുക്കും? എന്തിനാ സർദാർ വഖഫ് ചെയ്യാൻ പോണെ? കാരണം കൂടി പറഞ്ഞു, അഗർ മേരെ ഗാവ് കെ മുസൽമാനോ കോ ഖബർസ്ഥാൻ നഹീ ഹൈ तो मुझे देना है जमीन उनको, मुझे वकफ करना है ഖബർസ്ഥാൻ उनके लिए എന്നാണ്. എന്റെ നാട്ടിൽ ഒരു മുസ്ലിം കുടുംബം, അവരവിടെ അധികം പേരില്ല, അവരുടെ കൂട്ടത്തിൽ നിന്നൊരാൾ മരണപ്പെട്ടിട്ട് അവർക്ക് ഖബർസ്ഥാൻ ഇല്ലാതെ പോയാൽ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ജമീന്ദാറായി എനിക്ക് ഭൂമി കൊടുക്കണം. അവർക്ക് അവരുടെ ദൈവത്തിന്റെ നാമത്തിൽ വഖഫായി കൊടുക്കണം എന്ന് പറയാൻ ഒരൊറ്റ മുസ്ലിം വോട്ടില്ലാത്ത ലൂധിയാനയിലെ അമരീന്ദർ സിംഗ് വാറുന്ന സിക്കുകാരനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അതിന്റെ നേതാവ് ഈ രാഹുൽ ഗാന്ധിയാണ്. നമ്മളത് ഓർത്തിട്ടില്ല കേട്ടോ. നമുക്കിപ്പോഴും ഷാഫി പറമ്പിലെ തണ്ടല്ലുറപ്പാണ് നമ്മുടെ പ്രശ്നം. മുനമ്പമാണല്ലോ കേരളത്തിലെ നെരിപ്പോട്. ആ നെരിപ്പോടിന്റെ ഒരു ഭാഗത്ത് ഊത്തുകുഴലുമായി അവസരം കാത്തിരിക്കുകയാണല്ലോ RSS. അതിന്റെ മറുഭാഗത്ത് പതിഞ്ഞിരിപ്പില്ലേ CPM. ആ മുനമ്പത്ത് നിന്ന് വരുന്ന പാർലമെന്റ് MP കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, മുനമ്പത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുനമ്പത്തുകാരനാണ്. ഞാൻ അവിടെ സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളായ 3 ദിവസം കടലിൽ പോയി 4 ദിവസം പട്ടിണി കിടക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞാൻ. അവരോട് ഐക്യപ്പെടുമ്പോഴും മുനമ്പത്തിന്റെ പേരിൽ രാജ്യവ്യാപകമായി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് തട്ടിപ്പറിക്കാനുള്ള ഈ ഗൂഢാലോചനക്ക് BJPയുടെ ഈ പദ്ധതിക്ക് കൂട്ടുനിൽക്കുക അസാധ്യമാണ് എന്ന് പറഞ്ഞ ഹൈബി ഈഡൻ മറ്റൊരാൾ ആസാമിയാണ്. എഴുന്നേറ്റ് എന്നിട്ട് പറയണം, നിങ്ങള് ഈ പാവം സമുദായത്തെ ന്യൂനപക്ഷം എന്ന് വിളിക്കാൻ മുതിരാണോ? അവർ ന്യൂനപക്ഷമല്ല കേട്ടോ. ഈ രാജ്യത്തിന് വേണ്ടി കഴിവേറ്റപ്പെട്ടവരുടെ പട്ടിക നോക്ക്. വെടിയുണ്ട ഏറ്റുവാങ്ങി പിടഞ്ഞു വീട് മരിച്ചവരുടെ പട്ടിക വായിക്ക. ജയിലിൽ കിടന്ന തടവുകാരുടെ പേര് വായിക്ക. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതി മരിച്ച മനുഷ്യരുടെ പേരെഴുതി വെച്ച രക്തസാക്ഷി ഫലകങ്ങൾ കാണാ. അവിടെ അവർ ഭൂരിപക്ഷാണ്. അവരാണ് ഉയിര് കൊടുത്തത്, അവരാണ് വെടിയേറ്റത്, അവരാണ് കഴിവേറ്റപ്പെട്ടത്, അവരുടെ മക്കളാണ് കൂടുതൽ. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അനാഥരായത് അന്ന് നിങ്ങൾ മുട്ടിൽ വീണ് കിടന്ന് സംഘികൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഗൗരവ് ഗൊഗോയ്, അയാൾ കോൺഗ്രസ്സുകാരനാണ്. ഇതൊന്നും പോരാ. ഷാഫി പറമ്പിൽ തന്നെ പറയണം, പ്രിയങ്ക ഗാന്ധി തന്നെ പറയണം. നമ്മളൊന്നോർക്ക്,
അവര് AICC സമ്മേളനത്തിൽ പോലും വന്നിട്ടില്ല. എന്നാ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് വിട്ടു എന്നാണോ? അല്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഏതോ ഒരു ബന്ധു ചികിത്സയിലാണ്, അടുത്ത ബന്ധുവാണ്. ആ ബന്ധു ആരാണെന്ന് നമുക്കറിയില്ല. ഇതിനാ നമ്മൾ ആ ബന്ധം തെരഞ്ഞു പോകേണ്ട കാര്യം? അവര് പോയെങ്കിൽ അവർ ആ ചികിത്സ കഴിഞ്ഞു വരട്ടെ, അവരുടെ ബന്ധു ആരോഗ്യത്തോടെ മടങ്ങി വരട്ടെ, എന്ത് രോഗമാണെങ്കിലും ഭേദാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. 99 പേരാണോ കോൺഗ്രസുകാർ? ഇന്ത്യയുടെ പാർലമെന്റിൽ 232 പേരാണ് എഴുന്നേറ്റു നിന്നത്. ആ യോഗം വിളിച്ചത്, ആ കോർഡിനേഷൻ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. അതിന്റെ പിന്നിൽ അടിയുറച്ച പിന്തുണയോടെ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും പത്രങ്ങൾ കാണും, ഇനിയും തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഒന്ന് വരാനിരിക്കുകയാണ്. എവിടെ? നിലമ്പൂരിൽ. ആ പത്രപരസ്യങ്ങൾ വായിക്കുമ്പോ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുമ്പോ, ഞങ്ങളില്ലാത്ത ഇന്ത്യയിൽ നിങ്ങൾ രണ്ടാം കിടക്കാരായി പോവും എന്ന് അവര് പറയുമ്പോ ഈ കാലം നമ്മൾ ഓർത്തു വെക്കണം. വെള്ളാപ്പള്ളിയുടെ നാവ് കടം കൊണ്ട് പിണറായി സംസാരിക്കുന്ന ഈ കാലം. മറുഭാഗത്തോ കോൺഗ്രസിനെ വിഡ്ഢികൾ എന്ന് വിളിക്കുന്നവരുണ്ട്. ഞാനിവിടുത്തെ നാഷണൽ മീഡിയ മുഴുവൻ ശ്രദ്ധിക്കുന്നവരാണ്. ഇന്ന് കോൺഗ്രസിനോട് നരേന്ദ്രമോദി പറയുന്നത്, നിങ്ങൾ ഇത്ര കാലമായിട്ട് കോൺഗ്രസ്സുകാരനായ ഒരു പ്രസിഡന്റിനെ വെച്ചോ, നിങ്ങൾ നാളെ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റിനെ വെക്ക്. എന്നാ മോഡി പറയുന്നത് കേട്ട് കോൺഗ്രസ് ഒരു മുസ്ലിം പ്രസിഡന്റ് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? അന്ന് തുടങ്ങും യുവമാര്, ഇത് മാപ്പിളാരുടെ പാർട്ടിയാണ് കേട്ടോ, മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് കേട്ടോ. ചെറിയ സമ്മർദ്ദമല്ല. കോൺഗ്രസിനെ പൊട്ടന്മാരെന്ന് വിളിക്കുന്ന ദേശീയ മാധ്യമങ്ങളുണ്ട്. കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഊറിച്ചിരിക്കുന്ന BJP ഐഡിയോളജി ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പേര് ഞാൻ നിങ്ങളോട് എണ്ണി പറയാം. അവരെന്തിനാ ഊറിച്ചിരിക്കുന്നതെന്നറിയോ നിങ്ങൾക്ക്? കോൺഗ്രസ് വഖഫിന് വേണ്ടി പറയണം, കോൺഗ്രസ് പൗരത്വ നിയമത്തിനെതിരെ പറയണം, കോൺഗ്രസ് ലവ് ജിഹാദിനെതിരെ പറയണം. ഗ്യാൻവാപ്പിയിലെ പള്ളി ക്ഷേത്രമാണോ പള്ളിയാണോ എന്ന തർക്കം വരുമ്പോ കോൺഗ്രസ് അത് പള്ളിയാണെന്ന് പറയണം. എന്നാലോ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇനിയും തോറ്റോളും, കോൺഗ്രസ് ഇനിയും നഷ്ടം ഉണ്ടാവും. കാരണം അത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം ഈ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് ഞങ്ങൾക്ക് വെറുപ്പ് കുത്തിവെക്കാൻ എന്ന് ചിന്തിക്കുന്ന BJP ഊറിച്ചിരിക്കുമ്പോഴും സ്നേഹമുള്ളവരെ, കോൺഗ്രസ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഭരണകൂടത്തിന് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടെടുക്കുന്നുവെങ്കിൽ എന്തെന്ത് നമ്മൾ പരിഹസിച്ചാലും, എന്തെന്ത് കുറവുകൾ ഉണ്ടായാലും ഇത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമല്ലടോ എന്ന ആളുകൾ പരിഹസിക്കുമ്പോഴും കോൺഗ്രസ് അത് ഉയർത്തിപ്പിടിക്കുന്നത്, ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് അവർക്ക് അങ്ങനെ ആകാൻ കഴിയൂ എന്നതുകൊണ്ടാണ്, അതവരുടെ നിയോഗമാണ് എന്നതുകൊണ്ടാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന അത് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോ അംബേദ്കറോട്, നെഹ്റുവിനോട് അപ്പുറത്തൊരു മുസ്ലിം പാകിസ്ഥാൻ ഉണ്ടാകുമ്പോ ഇന്ത്യ ഒരു ഹിന്ദുസ്ഥാൻ ആകണ്ടേ എന്ന് ചോദിച്ചവരുണ്ട്. പകരത്തിന് പകരം എന്ന് നമ്മളിൽ ചില ആളുകൾ കൂടി ചിന്തിക്കുന്ന ഈ കാലത്ത് അത് ന്യായമായ ഒരു ചോദ്യമായിരുന്നു. അങ്ങനെ ആയിക്കൂടാ എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. അത് നെഹ്റു ഉയർത്തിയ പതാകയാണ്. എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാലും അവർക്ക് ആ നിലപാടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയൂ. ആ നിലപാടിനെ ശക്തിപ്പെടുത്തേണ്ട, അതിനോടൊപ്പം അചഞ്ചലമായി നിലയുറപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നതാണ്. മറുഭാഗത്തോ ഈ സംരക്ഷകരെ കൂടി നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കഴിഞ്ഞ ആഴ്ച കണ്ടല്ലോ കഫിയ ഇട്ട ഒരു ഫോട്ടോ, മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ കഫിയ ഇട്ടിട്ട് പറയാണ്, ഏത് ഞങ്ങള് ഫലസ്തീനിന്റെ കൂടെയാണ് എന്നാണ്. സ്നേഹമുള്ളവരെ, ഫലസ്തീനികളായതുകൊണ്ട് ഞങ്ങൾ അവരെ കൊല്ലുന്നു എന്ന് നിങ്ങളീ പറയുന്ന ഇസ്രയേൽ ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. അവർ ഹമാസുകാരാണ്. കൊല്ലപ്പെട്ട കൊച്ചുകുട്ടിയോ അവൻ വളർന്നാൽ ഹമാസ് ആവും. നിങ്ങൾ എന്തിനാ ആശുപത്രി തകർത്തത്? അതിന്റെ അടിത്തട്ടിൽ ഹമാസ് ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തിനാണ് റെഡ് ക്രസന്റിന്റെ ആംബുലൻസ് ആക്രമിച്ചത്? അതിൽ ഹമാസ് പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് പത്രപ്രവർത്തകരെ കൊന്നത്? അവരും ഹമാസിന്റെ ആൾക്കാരാണ്. നിങ്ങൾ എന്തിനാണ് ആ ഗർഭിണിയെ കൊന്നത്? അവൾ പ്രസവിക്കുന്നവനും കാലുറച്ചാൽ ആ പൂഴിമണ്ണിൽ നിന്ന് കരിങ്കൽ ചീളുകൾ വാരിയെടുത്ത് ഞങ്ങൾക്ക് നേരെ എറിയും. അവനും ഹമാസാണ്. ഗർഭസ്ഥ ശിശു ഹമാസ് ആയേക്കാം, പിറന്നു വീണ ചോരക്കുഞ്ഞ് ഹമാസ് ആയേക്കാം, പത്രപ്രവർത്തകൻ ഹമാസിന് വേണ്ടി സംസാരിച്ചേക്കാം, ആശുപത്രിയിലെ ഡോക്ടർ ഹമാസിന്റെ ആളുകളെ ചികിത്സിച്ചേക്കാം. നിങ്ങൾ ആ ഹമാസ് മാറ്റിയിട്ട് ഇവിടെ മലപ്പുറം എന്നൊന്ന് വായിച്ചാൽ അവസാനം പറഞ്ഞല്ലോ, മലപ്പുറത്തെ ഒന്നാകെ പറഞ്ഞില്ല കേട്ടോ. പിന്നെ ആരെയാ പറഞ്ഞത്? ലീഗിനെയാ പറഞ്ഞത്. ലീഗിന് അങ്ങനെ പറയാമല്ലോ. അവിടെ മുസ്ലിം എന്നുണ്ടല്ലോ, അവിടെ പച്ച പതാകയുണ്ടല്ലോ. ഡൽഹിയിൽ നിന്ന് വലിയ മൂപ്പര് ഹിന്ദിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഈ മൂപ്പരും പറയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ജാഗ്രത ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിച്ച മനുഷ്യൻ 16-ാം തീയതി ഡൽഹിയിലേക്ക് പോകാനിരിക്കുകയാണ്.
ഡൽഹിയിലെ സുപ്രീം കോടതിക്ക് മുൻപാകെ 6 പേർ ഒപ്പിട്ട ഒരു സങ്കട ഹർജിയുണ്ട്. അതിലൊരാൾ ഈ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. പിന്നാലെ ഒപ്പിട്ട 5 പേരും ഇന്ത്യയുടെ പാർലമെന്റിൽ